നമസ്കാരം, അനുജാസ് ടീച്ചിങ് ആസ്പിരൻസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ 3 പേരാണ് നാളെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. അവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ് ആണിത്. എല്ലാവരും പ്രയോജനപ്പെടുത്തുക. ഇന്ന് നമുക്ക് ബയോഡേറ്റ ഓറിയന്റഡ് ആയിട്ട് അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പൊ അതിൽ നിങ്ങളും എല്ലാവരും പങ്കെടുക്കണം എന്നുള്ളതാണ് കേട്ടോ. എല്ലാവരും അവരോട് ചോദ്യങ്ങൾ ചോദിക്കാൻ കുറച്ചുകൂടി ഒന്ന് എടുത്ത് തന്നെ ഇരിക്കുക. ഓക്കെ, നിങ്ങൾ എന്താണ് അത് കേൾക്കുമ്പോൾ നമ്മള് അവരുടെ ബയോഡേറ്റ അനുസരിച്ച് കാര്യങ്ങൾ വായിച്ചു തരുമ്പോൾ നിങ്ങളും കൂടി സ്പോണ്ടേനിയസ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുമെങ്കിൽ മാത്രമേ അവർക്ക് കുറച്ചുകൂടി മികച്ച രീതിയിൽ പ്രിപ്പയർ ആകാൻ കഴിയുകയുള്ളൂ. അപ്പൊ അതെല്ലാവരും ശ്രദ്ധിക്കുക. നല്ല ആക്റ്റീവ് സെക്ഷൻ ആയിട്ട് ഇതിനെ മാറ്റണം. പലരും ഉറക്കം തൂങ്ങി ഇരിക്കുകയാണ് എന്ന് ഞാൻ പറഞ്ഞു ഇന്നത്തെ സെക്ഷനിൽ. ഓക്കെ, വിൻസിനി ടീച്ചറെ ലിങ്ക് 2 ക്ലാസ്സിലും 2 ഇടത്തും ഇല്ലായിരുന്നോ? ഞാൻ നോക്കട്ടെ, ഒരു മിനിറ്റ് നോക്കാം. ഇല്ലെങ്കിൽ ഞാൻ ഇട്ടേക്കാം. പഴയ ആരെയും ജോളി ടീച്ചറൊക്കെ കേറിയല്ലോ. അപ്പൊ ഉണ്ട് സൂം ചെയ്ത് ഒന്നും കൂടെ അയച്ചിട്ടുണ്ട്. അത് ഇട്ട ഫോം തന്നെ കേട്ടോ. ആണോ? ഓക്കെ ടീച്ചറെ. ഓക്കെ, ശരി. അപ്പൊ ആദ്യം അഞ്ജലി ടീച്ചറെ അങ്ങ് റെഡിയാക്കി വിടാം. അതാ നല്ലത്. കാര്യം ഇനി ഡിസ്കണക്ട് ഒക്കെ ആയിപ്പോയാലേ. അഞ്ജലി ടീച്ചറെ ഒരു പേജ് അല്ലേ അയച്ചിട്ടുള്ളൂ? മറ്റേ പേജ് ക്ലിയർ ആണല്ലോ ടീച്ചറെ. അതിനകത്ത് ഹോബി മാത്രമേ ഉള്ളൂ. ഓക്കെ. ഓക്കെ ടീച്ചറെ, ടീച്ചറിന്റെ ഹോബി ഞാൻ ശ്രദ്ധിച്ചു. കരകൗശലം, പാഴ്വസ്തുക്കളിൽ നിന്നുള്ള കരകൗശലം എന്നിവയാണ് എഴുതിയിട്ടുള്ളത് അല്ലേ? അതെ. ഇത് ചെയ്യാറുണ്ടോ? ചെയ്യാറുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു എന്നാണോ മറുപടി പറയണ്ടേ? LP-UPയുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ചെയ്തോണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. എക്സാമിൻ തുടങ്ങിയ സമയം കൊണ്ടാണ് കുറച്ചൊന്ന് ഇതായത്. എങ്കിലും വ്യക്തമായിട്ട് പറയണേ. അഞ്ജു ടീച്ചർ അല്ല, ഇന്റർവ്യൂ ബോർഡാണ്. ഞാൻ ഒരു ക്രാഫ്റ്റ് വർക്ക് ഇപ്പൊ പൂർത്തിയാക്കുമ്പോൾ തന്നെ അടുത്തത് ഞാൻ കണ്ടുപിടിച്ച് അത് ചെയ്തോണ്ടേ ഇരിക്കുവായിരുന്നു. അപ്പൊ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും ചെയ്യാന്. ഇപ്പൊ നമുക്ക് ഈ LP-UPക്കും കൂടെ പഠിക്കേണ്ടിയും കൂടെ വന്നപ്പോ അതിന് സമയം കുറവായതുകൊണ്ട് പട്ടി ടീച്ചറെ ചോറ് കിട്ടാൻ ഞാൻ സംസാരിച്ചൊരു പട്ടിക്കൂട്ടത്തിന് ഇടയ്ക്കോട്ട് പോയി എല്ലാം കൂടെ ഓടിയത്. സോറി, ശ്രദ്ധിച്ചില്ല. ജോളി ടീച്ചർ ചിരിക്കുന്നു, ക്യാമറ ഓൺ ചെയ്ത് ചിരിക്കുന്നു. ഓക്കെ ടീച്ചർ എല്ലാം കൂടെ ഓടി അതുകൊണ്ട് പറഞ്ഞു, വേറെ ഒന്നും വിചാരിക്കാം. സോറി. ഉള്ളതാണ് പട്ടിയുടെ കടിയൊക്കെ കൊണ്ട് പട്ടി കടിച്ചതിന്റെ ബാക്കിയായിട്ട് പോകരുത്. നാളത്തെ പത്രത്തിൽ വാർത്ത വരരുത്. ഞാൻ ആളൊഴിഞ്ഞ സ്ഥലം നോക്കി അങ്ങോട്ട് പോയി, ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. വായി നോട്ടം കുറയ്ക്കുക. ചെയ്യുന്നുണ്ട് ടീച്ചറെ, പണ്ടത്തെ അത്രയും ആക്റ്റീവായിട്ട് ഇല്ലെന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു അനുജ ടീച്ചർ അല്ല, ഇന്റർവ്യൂ ബോർഡാണ് ചോദിക്കുന്നത്. അപ്പം ചെയ്യാത്തൊരു കാര്യമാണോ കുട്ടി ബയോഡേറ്റയിൽ എഴുതിയെന്ന് വരില്ലേ? ചെയ്യുന്നുണ്ട് ടീച്ചർ. എന്റെ ഹോബി അതായതുകൊണ്ട് ഞാൻ ഓരോ വസ്തുക്കൾ എന്റെ കയ്യിൽ കിട്ടുമ്പോൾ അതിനെ എന്താക്കി മാറ്റാമെന്ന് ചിന്തിച്ച് അതേ രീതിയിൽ ഞാൻ ഓരോന്ന് നിരന്തരം ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ നമ്മുടെ എക്സാമും കാര്യങ്ങളും ഒക്കെ വന്നപ്പോൾ എനിക്ക് എല്ലാ ദിവസവും അതിനായി സമയം മാറ്റി വെക്കാൻ കിട്ടുന്നില്ല. അതുകൊണ്ട് കുറച്ചൊന്ന് പുറകോട്ടായെന്നുള്ളൂ, അല്ലാതെ നിർത്തിവെച്ചിട്ടൊന്നുമില്ല, ഇപ്പോഴും ചെയ്യുന്നു. അപ്പൊ ഈ ഒരു ചോദ്യം നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ പറയണം. കാര്യം ഇന്റർവ്യൂ ആണ്, അപ്പം വ്യക്തമായി പറയണം കേട്ടോ. അതായത് പാഴ്വസ്തുക്കൾ ഉപയോഗിച്ചുള്ള കരകൗശലം നിർമ്മാണം, അതിൽ ഞാൻ ഏർപ്പെടാറുണ്ട്. എന്റെ ഹോബി അത് തന്നെയാണ്. ഇപ്പൊ ഏതൊരു വസ്തു കിട്ടിയാലും ഞാനത് സൂക്ഷിച്ചു വെക്കാറുണ്ട്. അതിനെ പുനരുപയോഗം ചെയ്യാനാകുമോ എന്ന് ചിന്തിക്കുകയും അതിനെ കളക്ട് ചെയ്ത് വെക്കുകയും ചെയ്യാറുണ്ട്. ഇപ്പൊ നിലവിൽ ചെയ്യുന്നുണ്ടോ എന്നൊരു ചോദ്യം വന്നാൽ ബാക്കി നമ്മൾ പറഞ്ഞാൽ മതി. ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ സത്യസന്ധമായി നമ്മൾ മറുപടി പറയുന്നു. ഞാൻ നിരന്തരം ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. കൃത്യമായി ഞാൻ ആ ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്യുമായിരുന്നു. ഇപ്പോൾ എക്സാമിന്റെ പ്രിപ്പറേഷനും മറ്റും ആയിട്ട് കുറച്ചൊന്ന് അത് ഡ്രോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്ന് കരുതി പൂർണ്ണമായി അവോയ്ഡ് ചെയ്തിട്ടില്ല.
എനിക്ക് ഒന്ന് കുറച്ച് സമയം എനിക്ക് വീണ് കിട്ടുമ്പോഴൊക്കെ ഞാൻ അത് ചെയ്യാറുണ്ട്. കരകൗശല വസ്തുക്കളൊക്കെ നിർമ്മിക്കാറുണ്ട്. അതുപോലെ തന്നെ അല്ലാത്ത വേളകളിൽ ഞാനത് കിട്ടുന്ന വസ്തുക്കളെ സൂക്ഷിച്ചു വെക്കാറുണ്ട് പിന്നീട് ഉപയോഗിക്കാനായിട്ട്. അത് സത്യമല്ലേ? സൂക്ഷിച്ചു വെക്കാറുണ്ട്. അപ്പൊ അത് പറയുക. അത് നമ്മളുടെ ഹോബിയുടെ ഭാഗമാണ് ഈ ശേഖരണം. ഓക്കെ. ഇനി ടീച്ചറെ, ഈ പാഴ്വസ്തുക്കളിൽ നിന്നുള്ള കരകൗശലം, അപ്പൊ ആ ഒരു രീതിയിലേക്ക് ടീച്ചർ വരാനുണ്ടായ ഒരു റീസൺ എന്താണ്? എനിക്ക് ഓരോരുത്തര് കരകൗശലമൊക്കെ ചെയ്ത് വെക്കുന്ന ഞാൻ ഓരോ വീടുകളിൽ പോകുമ്പോൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യാൻ നോക്കിയപ്പോ അതിന് സാമ്പത്തികമായി ഒരുപാട് ചെലവ് ആവശ്യമാണ്. എന്തോ ടീച്ചർ പറഞ്ഞു? ഏതാ? അത് റെയിൽവേ സ്റ്റേഷനിലാ ടീച്ചറെ, പുറത്ത്. അതുകൊണ്ടാണ് ഞാൻ പറയാൻ. ഞാൻ ഇന്റർവ്യൂവിന് ഇന്നലെ ഇറങ്ങി. ഇന്റർവ്യൂവിന് ഇന്നലെ ഇറങ്ങിയെന്ന്. പറഞ്ഞോ ടീച്ചറെ. കരകൗശല വസ്തു, ഈ ഒരു പാഴ്വസ്തുക്കൾ ഉപയോഗിച്ചുള്ള കരകൗശല നിർമ്മാണത്തിലേക്ക് ടീച്ചർ ഇറങ്ങാനുണ്ടായ ഒരു റീസൺ ഉണ്ടാവുമല്ലോ, അതെന്താണ്? അപ്പൊ ഞാൻ ഓരോ വീടുകളിൽ ചെന്നപ്പോ എന്റെ തൊട്ടടുത്ത വീട്ടില് ഈ ചിരട്ട കൊണ്ട് ഒരുപാട് നിർമ്മാണങ്ങളൊക്കെ ചെയ്തു വെച്ചത്, പിന്നെ ഈ പൂക്കൾ ചെയ്യുക, ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്കും അങ്ങനെ ചിരട്ടയല്ല, ചിരട്ട. പറയട്ടെ, പറഞ്ഞു കഴിഞ്ഞ്. അപ്പൊ ഇങ്ങനെ ഓരോന്ന് ചെയ്യാന്നുള്ള ആഗ്രഹം ഉണ്ടായി. അപ്പോ അതിനുള്ളൊരു സാമ്പത്തിക ഇല്ലായിരുന്നു. വീട്ടിൽ ചെന്നിട്ട് പഠിക്കുന്ന സമയത്ത് എനിക്ക് ചിരട്ട വെച്ച് അതുണ്ടാക്കാൻ പൈസ താ എന്നൊക്കെ പറയുമ്പോൾ വീട്ടിൽ അത് വലിയ താല്പര്യം കാണിച്ചില്ല. അങ്ങനെയാണ് ഞാൻ പാഴ്വസ്തുക്കളിലേക്ക് തിരിഞ്ഞത്. ഇപ്പോഴും പക്ഷെ കൂടുതൽ പേരും മറ്റേ ഗ്ലൂഗൺ ഒക്കെ വെച്ചിട്ടാണ് ഓരോന്ന് ഒട്ടിക്കാറ്. ഞാൻ ഇപ്പോഴും സാധാ ഫെവിക്കോൾ ആണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത്. കാരണം എനിക്ക് മനസ്സിലായ ഇപ്പം എനിക്കതിന് ബുദ്ധിമുട്ടില്ല, വാങ്ങുന്നതിന് ബുദ്ധിമുട്ടില്ല. പക്ഷെ ഞാൻ അത് തന്നെ ഉപയോഗിക്കാൻ കാരണം നമ്മൾ അങ്ങനെ ഇരുന്ന് ഒട്ടിക്കുമ്പോൾ നമുക്ക് നല്ല ക്ഷമാശീലം ഉണ്ടാവുന്നുണ്ട്. ഇപ്പോ ഗ്ലൂഗൺ ആകുമ്പോൾ ദാ പറയുന്നതിന് മുമ്പ് അങ്ങ് ഒട്ടിക്കിട്ടും. ഇത് ഒട്ടിച്ച് അത് ഉണങ്ങുന്നിടം വരെ കാത്തിരുന്ന് അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം വേറെയാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും ഞാൻ ഫെവിക്കോൾ തന്നെ ഉപയോഗിക്കുന്നത്. ഈ പാഴ്വസ്തുക്കളിൽ നിന്ന് ചെയ്യുമ്പോൾ എനിക്ക് അതെന്റെ കുട്ടികളിലേക്കും എത്തിക്കാൻ കഴിയും. അവർക്കും അത് പൈസ ചെലവില്ലാതെ സ്വന്തമായി തന്നെ കൈയുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് ചെയ്യാനൊരു താല്പര്യം ഉണ്ടാകും. പൈസ ചെലവ് വരുമ്പോഴാണല്ലോ എല്ലാവരും അയ്യോ എന്റെ കയ്യിൽ അത് വാങ്ങാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്നത്. ഇതങ്ങനെ മാറ്റി വെക്കാതെ അവർക്കും അതില് ഏർപ്പെടാനുള്ള ഒരു അവസരം കൂടി കിട്ടും. ചുരുക്കണം അഞ്ജലി, കഥയായി പോന്നു, നീണ്ടു പോന്നു. നമ്മൾ ഒന്നുകൂടി ഒന്ന് ചുരുക്കി അതിനകത്തേക്ക് ഒതുങ്ങി, എന്നാൽ ഒരാശയവും ചോർന്നു പോകാതെ കൃത്യമായി നമ്മള് വളരെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്ന രീതിയിലേക്ക് ഒരുപാട് പോകരുത്. പിന്നെ അത് വാങ്ങിത്താ ഇത് വാങ്ങിത്താ എന്നൊക്കെ പറയാൻ ആ സെന്റൻസുകളെല്ലാം ഒഴിവാക്കണം കേട്ടോ. മനസ്സിലായോ? എവിടെ പോയി? അയ്യോ, വോയിസ് ഓഫ് ആയിരുന്നു ടീച്ചർ. ഇത് ഇന്ന് തന്നെ റെക്കോർഡ് ചെയ്ത് എനിക്ക് അയച്ചു തരണേ. എന്തോ? ഈ ക്ലാസ് ഇന്ന് തന്നെ റെക്കോർഡ് ചെയ്ത് അയച്ചു തരണേ. ചെയ്തു തരാം. എടാ, പിന്നെ നമ്മൾ ഇതിനെ കുറിച്ച് സംസാരിക്കുമ്പോ കുറച്ചും കൂടി ഒന്ന് ചുരുക്കി ആശയങ്ങൾ അതിലേക്ക് ഉൾപ്പെടുത്തി പറയണം. അപ്പോ എന്തുകൊണ്ട് പിന്നെ ഈ ഒരു രീതിയിലേക്ക് പോയി എന്ന് ചോദിക്കുമ്പോ, മോൾ ഓഫ് ചെയ്തോ? ഞാൻ പറയാം. സൗണ്ട് ഓഫ് ചെയ്തു. ഇന്ന് ആവശ്യത്തിന് എന്റെ ഇന്ന് വഴക്കൊക്കെ കേട്ടിട്ടുണ്ട് എന്ന് എനിക്കറിയാം. അത് സ്നേഹം കൊണ്ടാന്ന് ഓർത്തോണം. ഞാൻ വളരെയധികം പ്രതീക്ഷിച്ച ഒരാളാണ്. 2 ദിവസം കൊണ്ട് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ വന്നുപോയി. അതിന്റെ എല്ലാ വികൃതിത്തരവും ഇന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോ പറഞ്ഞോ? അല്ലെ, ഞാൻ പറയണോ അല്ലെ? അതായത് പാഴ്വസ്തുക്കൾ ഉപയോഗിച്ചുള്ള കരകൗശല നിർമ്മാണത്തിലേക്ക് എന്തുകൊണ്ട് ഇറങ്ങി എന്ന് ചോദിച്ചാല്, ഈ പറഞ്ഞതുപോലെ എന്റെ അടുത്തുള്ള ഒരു വീട്ടില്, അല്ലെങ്കിൽ അത് ആരാണെന്ന് വേണമെങ്കിൽ പറയാം, എന്റെ അടുത്തുള്ള വീട്ടില് ഇങ്ങനെ കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. എന്റെ കുട്ടിക്കാലത്ത് അത് ശ്രദ്ധയിൽപ്പെടുകയും, ചിരട്ട കൊണ്ടുള്ള വസ്തുക്കളാണ് അവരുണ്ടാക്കിയിരുന്നത്. അതിന് കുറച്ച് ചിലവുകളും ഉണ്ട്. അപ്പൊ അത് അന്നത്തെ സമയത്ത് എനിക്ക് അതിലേക്ക് തിരിയാൻ കഴിയുമായിരുന്നില്ല. അപ്പൊ എനിക്ക് എന്നാൽ ഇത്തരം വസ്തുക്കൾ നിർമ്മിക്കുക എന്നുള്ളത് ഇഷ്ടമുള്ള കാര്യവുമായിരുന്നു. അപ്പൊ എന്നെ കൊണ്ട് എന്ത് സാധിക്കും എന്ന ചിന്തയിൽ നിന്നാണ് ഈ പാഴ്വസ്തുക്കളിൽ നിന്നൊക്കെ ചെറിയ രീതിയിൽ വസ്തുക്കൾ ഉണ്ടാക്കി തുടങ്ങിയത്. അപ്പൊ അത് പിന്നീട് മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. ഈ ഒരു രീതിയിലേക്ക് അങ്ങ് പറഞ്ഞു ഒതുക്കിക്കൂടെയത്? അപ്പൊ പിന്നെ അടുത്ത ചോദ്യം അവര് തന്നെ ചോദിച്ചോളും.
അപ്പൊ എന്തൊക്കെയാണ് പാഴ്വസ്തുക്കൾ, എന്തൊക്കെ വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് നിർമ്മിക്കുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് പറയുക. അതിൽ ടീച്ചർ ഈ പശയുടെ കാര്യമൊക്കെ പറഞ്ഞാൽ നമുക്ക് അതിൽ ഉൾപ്പെടുത്താം. അപ്പൊ പറയാം, ഇപ്പൊ എല്ലാവരും ഗ്ലൂഗൺ ഒക്കെ ഉപയോഗിച്ചിട്ടാണ് വസ്തുക്കൾ നിർമ്മിക്കാറ്. പക്ഷെ അത് എല്ലാവർക്കും അഫോർഡബിൾ അല്ല. അതല്ലെങ്കിൽ ഗ്ലൂഗൺ, പക്ഷെ ഗ്ലൂഗണിന്റെ ഈ ഇത് മാത്രം എന്താണ്, ആ സ്റ്റിക്ക് മാത്രം ഉണ്ടല്ലോ, അതിന് വിലക്കുറവാട്ടോ. അത് നമുക്ക് ഉരുക്കി ശ്രദ്ധയോടെ ഉരുക്കി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോ ടീച്ചറിന് അത് പറയാം. അതായത് ഞാൻ ഫെവിക്കോൾ ഒക്കെ തന്നെയാണ് ഉപയോഗിക്കുന്നത്, വളരെ ചെലവ് ചുരുക്കിയാണ് ചെയ്യുന്നത്, ഇത് എനിക്ക് എന്റെ കുട്ടികളിലേക്ക് എത്തിക്കാനാകും. ആ രീതിയിലേക്ക് നമുക്കത് സംസാരിച്ചു പോകാം. അപ്പൊ ഞാൻ അടുത്ത ചോദ്യം ടീച്ചറിനോട് തന്നെ അതേക്കുറിച്ച് തന്നെ ചോദിക്കുകയാണ്. ചെലവ് ചുരുക്കി എങ്ങനെയാണ് ഈ നല്ല വസ്തുക്കളെ നിർമ്മിക്കാനായിട്ട് സാധിക്കുക? ചെലവ് ചുരുക്കി ടീച്ചർ ചെയ്യുന്നു എന്ന് പറഞ്ഞു, അതെങ്ങനെയാണ്? അപ്പൊ ഈ പശയുടെ കാര്യമൊക്കെ ഉൾപ്പെടുത്തിയതെന്ന് പറയൂ. ഞാനിപ്പോ അവസാനമായി ചെയ്തു വെച്ചേക്കുന്ന ക്രാഫ്റ്റ് വർക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിത്തൊലി ഇല്ലേ, വെളുത്തുള്ളി, വെളുത്തുള്ളിയുടെ തൊലി, അത് ഒരു പൂവിന്റെ ഇതളിന്റെ ഷേപ്പിൽ അത് കട്ട് ചെയ്തെടുത്തിട്ട് ഈർക്കിലിനകത്ത് പറയട്ടെ ടീച്ചറെ? ഈർക്കിലിനകത്ത് പച്ച കളറ് ചായം അടിച്ച് അതില് പൂ മോഡൽ ആക്കി എടുക്കുകയാണ് ചെയ്തത്. അപ്പൊ അതിലൊന്നും നമുക്ക് ഒരു പൈസ ചെലവും വരുന്നില്ല, നമുക്ക് മനോഹരമായ പൂ ലഭിക്കുകയും ചെയ്യുന്നതാണ്. അത് എത്ര കാലം കേടുകൂടാതെ സൂക്ഷിക്കാൻ കഴിയും? ആ വെളുത്തുള്ളിയുടെ തൊലി നമ്മൾ നനഞ്ഞ കൈകൊണ്ട് എടുക്കാതെ നനവ് പറ്റാത്തത് നോക്കി എടുക്കുകയാണെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും അങ്ങനെ ഇരിക്കും. അത് അങ്ങനെ ഇരിക്കും. അത് ദ്രവിച്ച് പൊടിഞ്ഞു പോവില്ലേ? അതങ്ങനെ പറ്റാതിരിക്കാൻ മറ്റെന്തെങ്കിലും മാർഗം സ്വീകരിക്കാറുണ്ടോ? ഇല്ല, ഞാനിങ്ങനെ കെമിക്കലായിട്ടൊന്നും ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ നമുക്ക് ഫെവിക്കോള് ലെയർ വെച്ചിട്ട് ഫെവിക്കോളിൽ വെള്ളം ചേർത്തിട്ട് അത് വെച്ചൊന്ന് ബ്രഷ് ചെയ്താൽ കുറച്ചുകൂടെ സ്റ്റിഫ് ആയിട്ടിരിക്കില്ലേ? ആയിരിക്കും ടീച്ചറെ. അപ്പം അതൊക്കെ ഒന്ന് ആലോചിച്ച് വെച്ച് പറയണേ. അപ്പോ പിന്നെ ഇപ്പൊ ടീച്ചറിനോട് അങ്ങനെയാണെങ്കിൽ ടീച്ചർ ഈ ലോ കോസ്റ്റ് ടീച്ചിങ് മാനുവൽ, നോ കോസ്റ്റ് ടീച്ചിങ് മാനുവൽ എന്നൊക്കെ, അല്ല ലേണിംഗ് എയ്ഡ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? ലോ കോസ്റ്റ് ലേണിംഗ് എയ്ഡ്സ്, നോ കോസ്റ്റ് ലേണിംഗ് എയ്ഡ്സ്. അപ്പൊ എന്താണ് ലോ കോസ്റ്റ് ലേണിംഗ് എയ്ഡ്, എന്താണ് നോ കോസ്റ്റ് ലേണിംഗ് എയ്ഡ്? കുറച്ച് പൈസ ചെലവുള്ള വസ്തുക്കൾ അങ്ങനെയാണോ ടീച്ചറെ? ആണോന്നൊന്നും ചോദ്യമില്ല, അടി ഞാൻ തരും ഇനി. പറ, ശരിയാണ്, പറഞ്ഞോ. കുട്ടികൾക്ക് ഉപയോഗപ്രദമാവുന്ന രീതിയിൽ പൈസ ചെലവ് കുറച്ചുകൊണ്ടുള്ള ലേണിംഗ് എയ്ഡുകൾ തയ്യാറാക്കുക. അതാണ് എന്ത് അതിൽ ഇത് ഏതാണത്? ഉദാഹരണോ? അല്ല, അത് പൈസ കുറഞ്ഞ ലേണിംഗ് എയ്ഡ് തയ്യാറാക്കുക. അത് ലോ കോസ്റ്റ് ആണോ നോ കോസ്റ്റ് ആണോ? ലോ കോസ്റ്റ്. അത് വ്യക്തമാക്കി മറുപടി പറഞ്ഞ് അറിയില്ല എന്നുള്ള ധാരണ കിട്ടുന്നു. അങ്ങനെ വരരുത്. അറിയാം എന്ന് നമ്മൾ പറയുന്നത് ശരിയാണെന്നുള്ള രീതിയിൽ പറയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എന്റെ അറിവിൽ എന്ന് പറഞ്ഞ് നമുക്കത് പറയാം കേട്ടോ. അപ്പൊ ലോ കോസ്റ്റ് ലേണിംഗ് എയ്ഡ് എന്ന് വെച്ചാൽ വളരെ ചെലവ് ചുരുങ്ങിയ രീതിയിൽ നമ്മൾ കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കുന്ന പഠനോപകരണങ്ങളാണ്. അതിനൊരു ഉദാഹരണം, അങ്ങനെ വസ്തുക്കളുടെ ഒക്കെ പേരെന്ന് പറഞ്ഞേ. ലോ കോസ്റ്റ് നമ്മള് ചാർട്ട് പേപ്പർ വെച്ചിട്ട് വൃത്തം, ത്രികോണം ഒക്കെ 3D രൂപത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതൊക്കെ എന്താണ്? ലോ കോസ്റ്റ് പഠനോപകരണങ്ങളാണ്. ധൈര്യമായിട്ട് അത് എന്താണ് ആണ് എന്നുള്ള രീതിയിൽ തന്നെ പറയണം കേട്ടോ. ഓക്കെ. അപ്പൊ നമുക്ക് ലോ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ ചെലവ് ചുരുക്കി നമ്മൾ നിർമ്മിക്കുന്ന പഠനോപകരണങ്ങളെയാണ് ലോ കോസ്റ്റ് പഠനോപകരണങ്ങൾ എന്ന് പറയാറ്. അപ്പൊ അതിന് ഉദാഹരണങ്ങൾ ചോദിച്ചാൽ നമുക്ക് ഈ ചാർട്ട് പേപ്പറിനകത്ത് നമ്മൾ വർക്കുകൾ ചെയ്തിടാറുണ്ട്, അതുണ്ട്. അവ ഉപയോഗിച്ച് നമ്മൾ ഫ്ലാഷ് കാർഡുകൾ നിർമ്മിക്കാറുണ്ട്, ചാർട്ട് പേപ്പറുകൾ തന്നെ ഉപയോഗിച്ച്. അപ്പൊ അതൊക്കെ ലോ കോസ്റ്റ് ആണ്. അതുപോലെ നമ്മൾ ക്ലേ ഉപയോഗിക്കാറുണ്ട് അല്ലെ? ഗോതമ്പ് തന്നെ വേണമെങ്കിൽ നമുക്ക് എടുത്തിട്ട് ഗോതമ്പിന്റെ ഡവ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോ മോഡലുകൾ കുട്ടികൾക്ക് വേണ്ടി നിർമ്മിക്കാനാകും.
അപ്പൊ ഈ ആനിമൽസും ബേർഡ്സും ഒക്കെ കുട്ടികൾക്ക് പഠിക്കാനുണ്ടാവില്ലേ, അപ്പൊ അതില് പശയൊക്കെ ചേർത്ത് വെച്ചാൽ നന്നായിട്ട് അത് പിന്നെ എന്താ നമുക്ക് എയർ ഡ്രൈ ക്ലേ ഒക്കെ ആക്കി മാറ്റാൻ പറ്റും. അപ്പൊ അത് ലോ കോസ്റ്റ് ആയിട്ട് നമുക്കത് ചെയ്തെടുക്കാനാകും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങള് അത് ലോ കോസ്റ്റ് ആണ് എന്നത് മനസ്സിലാക്കി വെക്കുക. അപ്പൊ നോ കോസ്റ്റ് ലേണിംഗ് എയ്ഡ്സ് എന്തൊക്കെയായിരിക്കും? നോ കോസ്റ്റ് ലേണിംഗ് എയ്ഡ്സ് ഉദാഹരണങ്ങള്? നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് കിട്ടുന്ന സസ്യത്തിന്റെ വേര്, തണ്ട്. ടീച്ചർ ഉപയോഗിക്കുന്നതൊക്കെ അതാണ്. പാഴ്വസ്തുക്കളില്ലേ ടീച്ചർ ഉപയോഗിച്ച് അത് വെച്ച് നമുക്ക് എന്താണ് ലേണിംഗ് എയ്ഡ്സ് ഉണ്ടാക്കിക്കൂടെ? അതൊക്കെ ഒന്ന് ഓർത്ത് പറഞ്ഞേ. ടീച്ചറെ, എന്റെ പാഴ്വസ്തുക്കൾ കൊണ്ട് ഉപയോഗിക്കുന്ന ലേണിംഗ് എയ്ഡ് ലോ കോസ്റ്റ് അല്ലയോ നോ കോസ്റ്റ്? നമ്മൾ പാഴാക്കി കളഞ്ഞതാണെങ്കിൽ പിന്നെ അത് നോ കോസ്റ്റ് ആണ്. അത് നമ്മൾ ഒന്ന് യൂസ് ചെയ്ത് കളഞ്ഞില്ലേ, കളഞ്ഞ സാധനമല്ലേ നമ്മൾ എടുത്തിട്ട് വന്നത്, നമ്മൾ കളയാൻ വേണ്ടി പൈസ കൊടുത്ത് മേടിച്ചതല്ല, കളഞ്ഞ വസ്തു. അപ്പൊ ഇപ്പൊ പേപ്പേഴ്സ്, യൂസ്ഡ് പേപ്പേഴ്സ് വെച്ചിട്ട് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് നോ കോസ്റ്റ് ആയി. ത്രോ ചെയ്ത് കളഞ്ഞ കാര്യങ്ങളാണ്, അതായത് റീസൈക്കിൾഡ് മെറ്റീരിയൽസ്. ജോളി ടീച്ചറെ, ക്ലിയർ അല്ല ടീച്ചറെ. ബോട്ടിൽസ്, ബോട്ടിൽ ക്യാപ്സ്, സ്റ്റിക്ക്, ഐസ്ക്രീം സ്റ്റിക്ക്, ഇതൊക്കെ നോ കോസ്റ്റ്. പക്ഷെ നമ്മളത് മേടിച്ച് ഇപ്പൊ ഐസ്ക്രീം സ്റ്റിക്ക് ഒക്കെ വാങ്ങാൻ കിട്ടും. അത് അങ്ങനെ വാങ്ങുക എന്ന് പറയുമ്പോൾ അത് പിന്നെ ലോ കോസ്റ്റ് ആണ്. അല്ലാതെ നമ്മൾ യൂസ് ചെയ്ത് ത്രോ ചെയ്ത സാധനങ്ങള് നമ്മൾ പണം കൊടുത്ത് വാങ്ങാതെ നമ്മളത് ശേഖരിച്ചെടുത്തതാണെങ്കിൽ അതെന്താണ്? നോ കോസ്റ്റ് ആണ്. നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ആയിട്ടില്ല അതിന്. അതുപോലെ മറ്റൊരു ആവശ്യത്തിന് നമ്മൾ പണം കൊടുത്ത് വാങ്ങിയ ശേഷം അത് ഉപയോഗിച്ചതിന് ശേഷം നമ്മളത് റീയൂസ് ചെയ്യുന്ന, റീസൈക്കിൾ ചെയ്തെടുക്കുന്നതൊക്കെ എന്താണ്? നോ കോസ്റ്റ് ആണ്. ഓക്കെ അല്ലേ? അഞ്ജലി ടീച്ചറെ, ക്ലിയർ ആയോ? അത് ഒന്നുകൂടെ പറയൂ ടീച്ചറെ. നമ്മള് ഒരു കാര്യത്തിന് വേണ്ടി ഒരു പഠനോപകരണം നിർമ്മിക്കാനായിട്ട് വളരെ ചിലവ് ചുരുങ്ങിയ രീതിയിൽ സാധനങ്ങൾ വാങ്ങിയാൽ അത് ലോ കോസ്റ്റ് ആണ്. വാങ്ങുക, ഒരു ചെറിയ എമൗണ്ട് എങ്കിലും, 1 രൂപ അല്ലെങ്കിൽ 50 പൈസയെങ്കിലും ചെലവാക്കിയാൽ അതെന്താണ്? ലോ കോസ്റ്റ് ആണ്. പക്ഷെ നമ്മൾ റീസൈക്കിൾ ചെയ്ത വസ്തുക്കൾ ഉപയോഗിക്കുകയാണ്, അതായത് മറ്റൊരു ആവശ്യത്തിന് വേണ്ടി നമ്മൾ വാങ്ങി ത്രോ ചെയ്ത സാധനങ്ങൾ നമ്മൾ കളക്ട് ചെയ്യുന്നു അല്ലേ? ഇപ്പം ഐസ്ക്രീം സ്റ്റിക്കുകളൊക്കെ ഉപയോഗിച്ച് കളഞ്ഞവയെ നമ്മൾ ശേഖരിക്കുന്നു. അത് പാഴ് വസ്തുവായിട്ട് പോയ സാധനത്തെ നമ്മൾ എടുത്തുകൊണ്ട് വരുന്നു. അവിടെ നമുക്ക് ചെലവുണ്ടോ? ഡയറക്ട്ലി ഉണ്ടോ? പോയോ? ഇല്ല ടീച്ചറെ, ഇല്ല. അപ്പൊ ഡയറക്ട്ലി നമുക്ക് ചെലവില്ല. അപ്പൊ അത് നോ കോസ്റ്റ് ആണ്. നമ്മളെ സംബന്ധിച്ച് അത് നോ കോസ്റ്റ് ആണ്. ഓക്കെ അല്ലേ? ഈ നോ കോസ്റ്റിന് ഞാൻ പറഞ്ഞ ഉദാഹരണം അല്ലാതെ വേറെ ഏതാ ടീച്ചർ? നോ കോസ്റ്റിന് നമുക്ക് ഈ പറഞ്ഞ പോലെ കല്ല്, കമ്പ്, ഇലകള്, ഇതെല്ലാം നോ കോസ്റ്റ്. പ്രകൃതിദത്തമായ എല്ലാം നോ കോസ്റ്റ് ആണ്. അതുപോലെ റീസൈക്കിൾ ചെയ്യുന്ന സാധനങ്ങളെല്ലാം നോ കോസ്റ്റ് ആണ്. ഇതിന് പുറമെ നമുക്ക് ലേണിംഗ് എയ്ഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് നോ കോസ്റ്റ് ലേണിംഗ് എയ്ഡ്സ് ആണ് ഈ സോഫ്റ്റ്വെയറുകൾ വഴി നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ. ഗൂഗിള് അല്ലെ, ഗൂഗിൾ വഴി നമ്മൾ സെർച്ച് ചെയ്തെടുക്കുന്നില്ലേ, അത് പെയ്ഡ് അല്ലല്ലോ, നോ കോസ്റ്റ് അല്ലേ? അപ്പൊ അങ്ങനെയുള്ള പറഞ്ഞിരുന്നില്ലേ എന്താ ടീച്ചറെ? ടീച്ചർ ഇന്ന് പിന്നെ രാവിലത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നില്ലേ, വാഴപ്പിണ്ടി വെച്ചിട്ട് അബാക്കസ്. അതെ, അബാക്കസ്. അതെ അതെ, തീർച്ചയായിട്ടും. അപ്പൊ അബാക്കസിന്റെ നിർമ്മാണം നമ്മൾ പറഞ്ഞിരുന്നു രാവിലത്തെ ക്ലാസ്സിൽ. അതായത് വാഴപ്പിണ്ടി, ഈർക്കില്, പിന്നെ അതിനകത്ത് വേണമെങ്കിൽ നമുക്ക് മഞ്ചാടി അല്ലെങ്കിൽ ഉപയോഗിച്ച് പൊട്ടിപ്പോയ മാലയുടെ മുത്തുകൾ ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുമ്പോൾ അത് നോ കോസ്റ്റ് ആയി. ഓക്കെ അല്ലേ? അപ്പൊ അഞ്ജലി ടീച്ചറിന്റെ ഈ മേഖലയുമായിട്ട് വരാൻ സാധ്യതയുള്ള ചോദ്യമാണത് കേട്ടോ. അതിനെ ലോ കോസ്റ്റ്, നമുക്ക് നോ കോസ്റ്റിന് സീറോ കോസ്റ്റ് എന്നും ഒരു ടേമും കൂടെ ഉണ്ട്, അതും കൂടെ ഓർത്ത് വെച്ചേക്കുക. പിന്നെ ഇപ്പൊ പാഴ്വസ്തുക്കളുടേത് നന്നായിട്ടൊന്ന് നോക്കി വെക്കണം. എന്തൊക്കെ പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച് എന്തൊക്കെ ഉണ്ടാക്കാം എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് മഴമാപിനിയൊക്കെ എനിക്ക് തോന്നുന്നു ഉണ്ടാക്കിക്കൂടെ ടീച്ചറെ? കുപ്പി ഉണ്ടാക്കാം. അതെന്ന് പറയുമ്പോ മഴമാപിനി ടീച്ചറെ എനിക്ക് കേൾക്കാത്തേന്നോ? ഒരു കുപ്പി ചേർത്ത് വെച്ച് കേൾക്കുന്നില്ലേ? അത് ഒരു പ്ലാസ്റ്റിക് കുപ്പി നമ്മൾ വെട്ടിയെടുത്ത് അത് സ്കെയിൽ ഇങ്ങനെ ചേർത്ത് വെച്ച് ഒട്ടിച്ച് നമ്മൾ മഴയത്ത് വെക്കുക എന്നുള്ളതാണ് മഴമാപിനി ആയിട്ട് ഉപയോഗിക്കുന്നത്. അതൊക്കെ പാഴ്വസ്തുക്കളാണ്. നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. സ്കെയിൽ ഇപ്പം അതിനു വേണ്ടി ഒരു സ്കെയിൽ വാങ്ങേണ്ട കാര്യമില്ല.
തടിയില് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം, വരച്ചെടുക്കാം അല്ലെ, സ്കെയിലിന്റെ അളവില് കൃത്യമായിട്ട് അങ്ങനെ. ആ പേപ്പറിൽ വരച്ച് വേണമെങ്കിൽ നമുക്ക് ഒട്ടിച്ചു വെക്കാം. പേപ്പറിൽ ഒട്ടിച്ചു വെക്കാൻ പറ്റൂല, മഴയത്തൊക്കെ ഉള്ള സാധനം ആ പേപ്പറിൽ അല്ല, സെലോ ടേപ്പ് ഒക്കെ സാധാരണ അങ്ങനെ നമ്മൾ ഈ സയൻസ് എക്സ്പീരിയൻസിലൊക്കെ മോഡൽ ആയിട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഉണ്ടാക്കാം. പിന്നെ അത് തന്നെ ആ പേപ്പർ തന്നെ നമ്മളൊന്ന് എന്താണ് സെലോ ടേപ്പ് ഒക്കെ വെച്ചിട്ട് കവർ ചെയ്തെടുത്താൽ അത് വാട്ടർ പ്രൂഫ് ആയിക്കോളും. ആ ഒരു രീതിയിലും ചെയ്യാം. അപ്പോ ടീച്ചറെ ഡീപ്പായി ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഈ കരകൗശലം വേണമെങ്കിൽ. ഇതിനപ്പുറത്തേക്കൊക്കെ എന്ത് ചോദിക്കുമെന്ന് എനിക്കറിയില്ല. പിന്നെ ടീച്ചറിന്റെ സ്കൂളുമായിട്ട് ഇത് എങ്ങനെ ബന്ധപ്പെടുത്താന്ന് ചോദിക്കാം. ക്ലാസ്സുമായിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നതിൽ നിങ്ങൾക്ക് ഇതുമായിട്ട് എങ്ങനെ ബന്ധപ്പെടുത്താമെന്ന് ചോദിക്കാം. ടീച്ചറിന്റെ ഹോബിയെ എങ്ങനെ പ്രയോജനപ്പെടുത്താം, അത് നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തതാ. അഞ്ജലി ടീച്ചറെ പോയാ? എന്തോ പറ, അധ്യാപനത്തില് ടീച്ചറിന്റെ ഈ ഒരു ഹോബിയെ എങ്ങനെയൊക്കെ പ്രയോജനപ്പെടുത്താം? നമ്മുടെ 1ാം ക്ലാസ് മുതലുള്ള ഉഗ്രഥന സമീപനത്തില് മറ്റു വിഷയങ്ങളെ പോലെ തന്നെ പ്രവൃത്തി പരിചയത്തിന് ഇപ്പോൾ വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നമ്മുടെ പുസ്തകങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ ഹോബി 1ാം ക്ലാസ് മുതലേ കുട്ടികളിൽ പ്രയോജനപ്പെടുത്താൻ കഴിയും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ 1ാം ക്ലാസ്സിലെ ആഹാരം സ്വാദ് എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട് കുട്ടികളോട് ഞാനിപ്പോൾ ഒരു ന്യൂസ് പേപ്പർ കൊണ്ട് നമുക്കൊരു പഴക്കുല നിർമ്മിക്കാമെന്ന് പറയുമ്പോൾ തന്നെ കുട്ടികൾക്കൊരു പുതിയ അനുഭവമായിരിക്കും, എങ്ങനെ ഒരു ന്യൂസ് പേപ്പർ പഴക്കുലയാക്കി മാറ്റാം. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒട്ടുമിക്ക ക്രാഫ്റ്റ് വർക്കും കുഞ്ഞുങ്ങൾക്കൊരു കൈത്താങ്ങ് കിട്ടിയാൽ അവരെ കൊണ്ട് സ്വയം ചെയ്യാൻ പറ്റുന്നതാണ്. അതിൽ വലിയ അപകട സാധ്യത ഉള്ളതൊന്നും അല്ല. അപ്പോൾ ഒരു കൈത്താങ്ങ് കൊടുത്ത് അവരുടെ കൈകൊണ്ട് തന്നെ ആ ന്യൂസ് പേപ്പർ പഴക്കുലയായി മാറുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷം, അതുവഴി അവരുടെ വ്യക്തിത്വ വികാസം സാധ്യമാകും, അവർക്ക് അതീത ചിന്ത കുട്ടികളിൽ ഉണ്ടാകും, അവരുടെ സർഗാത്മകത വളർത്താൻ ഒക്കെ ഇത് സഹായിക്കും. പിന്നെ ഞാൻ കുറെ നാൾ മുമ്പ് ഒരു പത്രത്തിലൊരു വാർത്ത കണ്ടായിരുന്നു. ഒരു അധ്യാപകൻ, അദ്ദേഹം ഇതേപോലെ ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. സ്കൂളിന്റെ തൊട്ടടുത്ത് തന്നെയാണ് സാറിന്റെ വീട്. ആ സ്കൂളിലെ കുട്ടികളുടെ ഇപ്പോൾ എത്രാം ക്ലാസ് വരെയുള്ള സ്കൂളാണോ, ഹൈസ്കൂൾ ആണെങ്കിൽ ഹൈസ്കൂൾ വരെയുള്ള കുഞ്ഞുങ്ങളുടെ പുസ്തകങ്ങളിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം സാറ് സ്വന്തമായി നിർമ്മിച്ച് വീട്ടിൽ സമയത്ത് എന്തെങ്കിലും ഒരു കുട്ടികൾക്ക് എവിടെയെങ്കിലും ഒരു പോരായ്മ വരുമ്പോൾ കുട്ടികളെ അവിടെ കൊണ്ടുവന്ന് അത് കണ്ട് സ്പർശിച്ചും ഒക്കെ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ ഒരു അവസരം അവിടെ ഒരുക്കുന്നുണ്ട്. അപ്പം ഞാനൊരു അധ്യാപികയായാൽ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ സ്കൂളിൽ ഇങ്ങനെ ഒരു ലാബ് നിർമ്മിക്കും. അതും ഞാൻ ആ സ്കൂളിലെ എല്ലാ പിള്ളേരെയും ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും അവിടത്തേക്കുള്ള വസ്തുക്കളൊക്കെ നിർമ്മിക്കുന്നത്. അപ്പം ഞാനിപ്പോൾ 1ാം ക്ലാസ്സിലാണ് പഠിപ്പിക്കുന്നെങ്കിൽ എൻ്റെ കഴിവ് അല്ലെങ്കിൽ എൻ്റെ ഈ ഹോബി എനിക്ക് ആ സ്കൂൾ മൊത്തത്തിൽ എല്ലാവരിലും എത്തിക്കാൻ എനിക്ക് ഇതിലൂടെ സാധിക്കും. അയ്യോ, കൊള്ളാം. പക്ഷെ നീണ്ടു പോകുന്നു. പിന്നെ അതിനകത്ത് എന്താണ് പിള്ളേര് കേട്ടോ, പിള്ളേര്, കുട്ടികൾ, പിന്നെ വേറെ വീണ്ടും ഷായും ഒരു ചെറിയ ബുദ്ധിമുട്ട് കാണിച്ചു. പിന്നെ അങ്ങനെ 1-2 കാര്യങ്ങൾ, എന്താ നമ്മളെന്നൊക്കെ പറയുമ്പോൾ അവിടെ ഇരിക്കുന്ന അഞ്ജലി ടീച്ചറും ഇന്റർവ്യൂ ബോർഡ് അംഗവും കൂടെ വരുന്നതാണ് നമ്മള്. അതെല്ലാവർക്കും ഇഷ്ടമാണോന്നില്ല കേട്ടോ. നമ്മളെല്ലാം ഒരേ തരക്കാരാണല്ലോ എന്നുള്ള ഒരു സൗണ്ടിലേക്ക് പോകരുത്. അപ്പോ എങ്ങനെ പറയാനാകും എന്നാ ഒന്നുകൂടി ഒന്ന് നോക്കിയാൽ ടീച്ചർ പറഞ്ഞ പോലെ ആ മോട്ടിവേഷൻ ഫാക്ടർ നമുക്കൊന്നുകൂടി ചുരുക്കി പറയണം. അതുപോലെ തന്നെ ഇത് മാത്രമല്ല, പാഠഭാഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ല, അവർക്ക് മെന്റലി സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്നുണ്ട്. പഠന പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന കുട്ടികൾക്ക് പോലും തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാം. പിന്നെ ടാലന്റ് ലാബ്, പിന്നെ പ്രവൃത്തി പരിചയമേള, ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തി വേണം സംസാരിക്കാൻ. കഥ പറഞ്ഞു പിന്നെ അവർക്ക് വിദ്യാഭ്യാസ കാലഘട്ടം അവസാനിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു കൈത്തൊഴിലായിട്ട് വേണം. വിദ്യാഭ്യാസ കാലഘട്ടം അവസാനിപ്പിക്കേണ്ട കാര്യമില്ല. അതിനോടൊപ്പം തന്നെ പഠനത്തിനോടൊപ്പം അവർക്ക് ചെറിയൊരു വരുമാന മാർഗവും കൂടിയാണിത് അല്ലേ? അപ്പൊ അത് കുട്ടികളിൽ നിന്ന് കുടുംബത്തിലേക്കും പോവും. അമ്മമാർക്കൊക്കെ തൊഴിലില്ലാത്ത അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ, വീട്ടമ്മമാരായ അമ്മമാരുണ്ടെങ്കിൽ അവരത് കുട്ടികളിൽ നിന്ന് പഠിച്ചെടുക്കും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ ഇതിനുണ്ട്. നമുക്ക് പിന്നെ എന്താണ് രക്ഷിതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള ശില്പശാലകൾ സംഘടിപ്പിച്ച് സമൂഹത്തിന്റെ ഉന്നമനം കൂടിയാണ് സ്കൂളുകളുടെ ലക്ഷ്യം. നമ്മൾ വിദ്യാഭ്യാസത്തിലൂടെ കുട്ടിയുടെ മാത്രമല്ല ആ കുടുംബത്തിനെ തന്നെ മാറ്റിമറിക്കുകയാണ് നമ്മൾ ചെയ്യാറ്. അപ്പൊ അതെല്ലാം ഉൾപ്പെടുത്തി പറയാം. അപ്പൊ ടീച്ചർ ഈ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, അതായത് ടീച്ചറിന്റെ മോട്ടിവേഷൻ ഫാക്ടർ മാത്രം പറയുമ്പോൾ അത് നന്നായി ടീച്ചർ പറയുന്നുണ്ട്. പക്ഷെ അതിലേക്ക് ചുരുങ്ങി പോകുന്നു, പോയിന്റ്സ് ഇല്ല.
നമ്മൾ ഇങ്ങനെ ആ കാര്യത്തിലേക്ക് അങ്ങ് ഗഹനമായിട്ട് നമ്മളത് നീട്ടിപ്പോവാണ്. അങ്ങനെ വരാതെ എല്ലാ പോയിന്റ്സും വരത്തക്ക രീതിയിൽ ഒന്ന് കൂടി ഷ്രിങ്ക് ചെയ്ത് നമുക്കത് പറയാനാകണം. അപ്പൊ അത് എങ്ങനെ പറയും? ഇപ്പൊ എന്റെ ചോദ്യം എന്തായിരുന്നു, ഈ ഒരു ടീച്ചറിന്റെ ഹോബി എങ്ങനെയാണ് പിന്നെ കുട്ടികൾക്ക് പ്രയോജനമാക്കാൻ കഴിയുക, അല്ലെങ്കിൽ സ്കൂളിന് അല്ലെങ്കിൽ ടീച്ചറിന്റെ അധ്യാപനത്തില് കൊണ്ടുവരാനാകുക എന്ന് ചോദിച്ചാൽ, എന്റെ ഹോബി തീർച്ചയായും കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടി എനിക്ക് ഉപയോഗിക്കാനാകും. പഠനത്തില് എപ്പോഴും പഠനത്തിൽ മുഴുകിയിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അതൊരു മടുപ്പ് ഉളവാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോ അങ്ങനെയുള്ള അവസരങ്ങളിൽ കുട്ടികളുടെ താല്പര്യം നിലനിർത്താനും എന്നാൽ പഠനവുമായി ബന്ധിപ്പിക്കാനും കഴിയുന്ന തരത്തിലുള്ള പഠനോപകരണങ്ങൾ നിർമ്മിക്കാൻ എനിക്ക് സാധിക്കും. അപ്പൊ അത് ആ നിർമ്മാണ പ്രവർത്തനത്തിൽ കുഞ്ഞുങ്ങളുടെ കൂടെ പങ്കാളിത്തം ഉണ്ടാക്കുകയും അവരെ കൊണ്ടുകൂടി ഈ പ്രവർത്തനം ചെയ്യിപ്പിക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് സന്തോഷമാവുകയും അവർ ആ പ്രവർത്തനം ആസ്വദിക്കുകയും അതുപോലെ പഠനം അവർ പോലും അറിയാതെ പഠനം സാധ്യമാവുകയും ചെയ്യും. മാത്രമല്ല കുട്ടികളുടെ മത്സരങ്ങൾക്ക്, അതായത് പ്രവൃത്തി പരിചയ മത്സരങ്ങൾക്കൊക്കെ കുട്ടികളെ തയ്യാറാക്കുവാനും എന്നെ കൊണ്ട് കഴിയും. പിന്നെ എന്നെ സ്വാധീനിച്ച മറ്റൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് പത്രവാർത്തയിലൂടെ ഒരു അധ്യാപകന്റെ വാർത്ത ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അദ്ദേഹം തന്റെ സ്കൂളില് കുട്ടികൾക്ക് പഠിക്കാൻ ആവശ്യമായ എല്ലാ വസ്തുക്കളും, ഓരോ പാഠവുമായി ബന്ധപ്പെട്ട പഠനോപകരണങ്ങൾ പാഴ്വസ്തുക്കളിൽ നിന്നുണ്ടാക്കി അത് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു ചെറിയ മ്യൂസിയം പോലെ സംഘടിപ്പിക്കുകയുണ്ടായി. അത് ചെറിയ ക്ലാസ് മുതൽ വലിയ ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഉപയോഗപ്പെടുന്ന തരത്തിലാണ് അദ്ദേഹം അത് നിർമ്മിച്ചത്. അപ്പോൾ കുട്ടികൾക്ക് ആവശ്യമുള്ളപ്പോൾ അവിടെ സന്ദർശിക്കാനുള്ള അവസരമൊക്കെ ഒരുക്കിയിരുന്നു. അതെന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. എനിക്ക് അധ്യാപികയായിട്ട് ഒരു സ്കൂളിൽ എത്താൻ കഴിഞ്ഞാൽ ഈ പ്രവർത്തനം സ്കൂളിലേക്ക് എത്തിക്കണം എന്നതാണ് എൻ്റെ ആഗ്രഹം. സ്കൂളിൽ അങ്ങനെ ഒരു മ്യൂസിയം അല്ലെങ്കിൽ അങ്ങനെ ഒരു ലാബ് ഉണ്ടാക്കിയെടുക്കണം എന്നത് എൻ്റെ ഒരു ആഗ്രഹം കൂടിയാണ്. മാത്രമല്ല നമ്മൾ വിദ്യാഭ്യാസത്തിലൂടെ കുട്ടികളെ മാത്രമല്ല രക്ഷിതാക്കളെയും നമുക്ക് സ്വാധീനിക്കാനാകും. കുട്ടികൾക്ക് പഠനത്തിനോടൊപ്പം ഒരു വരുമാനം എന്ന രീതിയിലും രക്ഷിതാക്കൾക്കും ഇതിൽ നിന്നൊരു ഏണിങ്സ് എന്ന രീതിയിൽ രക്ഷിതാക്കൾക്കും എൻ്റെ ഈ ഒരു കഴിവിനെ പ്രയോജനപ്പെടുത്താനാകും. അതിനുവേണ്ടി വേണമെങ്കിൽ എനിക്ക് സ്കൂളുകളിൽ ശില്പശാലകൾ സംഘടിപ്പിക്കാനും ആകും. അപ്പൊ ഇതെല്ലാം ഇത്രയും ഞാൻ പറയുമ്പോ ഒരുപാട് പോയിന്റ്സ് അതിൽ വന്നോ? ഒറ്റ കഥയിലല്ല നമ്മൾ നിന്നത്, എല്ലാം ഉൾപ്പെടുത്തി. അപ്പൊ ആ രീതിയിൽ പറയാൻ നോക്കുക. ഞാൻ പെർഫെക്റ്റ് അല്ല, ഇത്രയും വലിച്ചു നീട്ടാതെ ഇനിയും ചുരുക്കിയാൽ അത്രയും നന്ന്. ആ ടീച്ചറെ വഞ്ചിപ്പാട്ട് പാടാൻ പറഞ്ഞാ പാടുവോ? ഇപ്പൊ പാടണ്ട. പാടാൻ ടീച്ചറെ. പിന്നെന്തുവായിരുന്നു ടീച്ചറെ എഴുതിയത്? സിറ്റിസൺ 2022. നമ്മുടെ ഭരണഘടന, അത് ഞാൻ എഴുതാൻ വേണ്ടെന്ന് ആലോചിച്ച് ടീച്ചർ വഴക്ക് പറഞ്ഞിടങ്ങി എഴുതിയതാ. നമ്മുടെ ഭരണഘടനയെ സമ്പൂർണ്ണ സാക്ഷരത ജില്ലയാക്കി മാറ്റിയില്ലേ കൊല്ലം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഓരോ പഞ്ചായത്തിൽ നിന്ന് ഇത്ര പേരെ വീതം വാർഡിൽ എല്ലാവർക്കും അത് പഠിപ്പിച്ചു കൊടുക്കാൻ ഏൽപ്പിച്ചായിരുന്നു. അപ്പൊ അതിലൊരു വ്യക്തിയായിരുന്നു ഞാൻ. ആ പ്രോഗ്രാമിന്റെ പേരാണ് കിലയായിരുന്നു, ട്രെയിനിങ് ആണ്. അപ്പോ എനിക്ക് കിലയുടെ ആസ്ഥാനം എവിടെയാ? കിലയുടെ ആസ്ഥാനം പറഞ്ഞോ അഞ്ജലി ടീച്ചറെ. പോയോ? തൃശ്ശൂരല്ലേ? തൃശ്ശൂര്. അറിയില്ല ടീച്ചർ എനിക്ക്. കിലയുടെ ആസ്ഥാനം തൃശ്ശൂരാണെന്നാണ് എന്റെ ഒരു ഓർമ്മ. നോക്കിയിട്ട് ഞാൻ മെസ്സേജ് ഇട്ടേക്കാം. തൃശ്ശൂരാണ് അതിന്റെ. പഠിച്ചതായിട്ട് ഓർമ്മയുണ്ട് കിലയുടെ ആസ്ഥാനം. അതെ. തൃശ്ശൂര് മുളങ്കുന്നത്ത്. അതെ അതെ, തൃശ്ശൂര് മുളങ്കുന്നത്ത്. നോക്കി ഒന്നുകൂടി ഉറപ്പ് വരുത്തി നോക്കാമേ. ഞാനത് അറ്റൻഡ് ചെയ്യുന്നില്ല. അത് മാറ്റി നോക്കിക്കേ. എന്താ ഭരണഘടന അപ്പൊ ഒരുപാട് ചോദ്യങ്ങൾ വരൂലേ? ഇല്ല, ഭരണഘടനയിലെ ആശയങ്ങൾ ഇപ്പം ഭരണഘടന എന്ന ആശയം എങ്ങനെ കുട്ടികളിലേക്ക് എത്തിക്കാം? അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാ, നിയമസഭ പറഞ്ഞതാ. അതുപോലെ എന്തെങ്കിലും നമുക്ക് പറയാനാകും. കുട്ടികളെ നിയമസഭയിലൊക്കെ കൊണ്ടുവന്നൊന്ന് സന്ദർശിച്ചിട്ട്. ഞാൻ ഭരണഘടനയാ ചോദിച്ചത്. എന്തിനാണ് ഭരണഘടന? ആ ആശയം കുട്ടികളിലേക്ക് എത്തിക്കാൻ നമുക്ക് ഒന്നും വേണ്ട, ചില ഡോക്യുമെന്ററികളുടെ ദൃശ്യങ്ങൾ കട്ട് ചെയ്ത് കാണിക്കാം. പഴയ കാലത്തിലെ അവസ്ഥ, അതായത് കൃത്യമായ ഒരു നിയമവ്യവസ്ഥ ഇല്ലാതിരുന്നപ്പോ ആർക്കും ആരെയും അടിമയാക്കാമായിരുന്നു. പണം ഉള്ളവൻ ഉടമയും പണമില്ലാത്തവൻ അടിമയുമായ ഒരു കാലഘട്ടം. ഇന്ന് നിയമത്തിന് മുമ്പിൽ പണം നമ്മള് എന്താണ് ചിലയിടത്ത് കണ്ണടച്ച് തന്നെ പറയേണ്ടി വരും.
നിയമത്തിന്റെ മുമ്പിൽ പണം ഒരു പ്രശ്നമാണോ? ആണോ വിൻസിനി ടീച്ചറെ? ആണോ? ജഡ്ജിമാരെയൊക്കെ നമുക്ക് പണം കൊടുത്ത് സ്വാധീനിക്കാൻ പറ്റുമോ? ഇല്ല ഒരിക്കലും പറ്റില്ല. പേഴ്സണൽ ക്വസ്റ്റ്യൻ ആട്ടോ അത്. അപ്പം നമുക്ക് നിയമവ്യവസ്ഥയെ ഒരിക്കലും പണം കൊടുത്ത് വാങ്ങാനാകില്ല അല്ലെ? അത് നിയമത്തിന്റെ മുമ്പിൽ എല്ലാവരും തുല്യരാണ്. അപ്പൊ ആ ആശയത്തിലേക്ക് കുട്ടിയെ എത്തിക്കണം. മുമ്പുണ്ടായ അവസ്ഥയും ഇപ്പോഴുള്ളത്, അതായത് നിയമവ്യവസ്ഥ ഉള്ളത് കൊണ്ടാണ് നമ്മൾ എല്ലാവരും ഇവിടെ സന്തോഷത്തോടെ സമാധാനത്തോടെ കഴിയുന്നത്. നമ്മുടെ വീട്ടിലേക്ക് മറ്റൊരാൾ അതിക്രമിച്ച് കയറാത്തത് നിയമമുള്ളത് കൊണ്ട്, സംരക്ഷിക്കാൻ നമുക്ക് നിയമപാലകരുള്ളത് കൊണ്ടാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് ചില ഡോക്യുമെന്ററികളിലൂടെയൊക്കെ കുഞ്ഞുങ്ങളിലേക്ക് എത്തിക്കാനാകും. സ്കൂൾ നിയമങ്ങൾ പാലിക്കുക എന്ന ആശയത്തിൽ നിന്ന് അത് വയലേറ്റ് ചെയ്യരുത് എന്ന കാര്യം, ഇതെല്ലാം നമ്മൾ നിയമങ്ങൾ പഠിക്കുകയാണ്, ഇവിടെ പെരുമാറ്റം പഠിക്കുകയാണ്. അപ്പം ഇതൊക്കെ നമുക്ക് പറയാം. പിന്നെ അതുപോലെ പിന്നെ നമ്മളുടെ പാഠപുസ്തകങ്ങളിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ലേ ആമുഖത്തില്? കേരളം മാത്രമല്ലേ ആദ്യമായിട്ട് ചെയ്തത്? കേരളമല്ലേ അഞ്ജലി ടീച്ചറെ? അപ്പൊ അതൊക്കെ ഉൾപ്പെടുത്തി അങ്ങ് പറഞ്ഞാൽ മതി. ആമുഖം, ഭരണഘടനയുടെ ആമുഖം നമുക്ക് പാഠപുസ്തകത്തിൽ തന്നെയുണ്ട്, എല്ലാ പാഠപുസ്തകത്തിലും ഉണ്ട്. അപ്പൊ അത് പരിചയപ്പെടുത്തിക്കൊണ്ട് ആ ആമുഖത്തിന്റെ വായനയിലൂടെ എന്താണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എന്ന ആശയം, അതിന്റെ പൊരുൾ അടങ്ങിയതല്ലേ ആമുഖം. അപ്പൊ അത് പരിചയപ്പെടുത്തിക്കൊണ്ട് അതില് ഒരേ ഒരു വർഷം ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ആമുഖത്തില്. ഏത് വർഷമാ? 1946 നവംബർ. അപ്പൊ 46 49 1949 നവംബർ 26 49 46 പറഞ്ഞേ? ഓക്കെ, 46 അപ്പൊ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരേ ഒരു വർഷം, അതുപോലെ അത് എഴുതി തയ്യാറാക്കിയത്, പിന്നെ അതിന്റെ എന്താണ് ലേ ഔട്ട് തയ്യാറാക്കിയത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കുക. അതിൽ നിന്ന് ഡീപ്പായി പോയില്ലെങ്കിൽ എങ്ങനെ കുട്ടികളിലേക്ക് എത്തിക്കാമെന്ന് ചോദിച്ചാൽ പാഠപുസ്തകത്തിൽ തന്നെ ആമുഖ ഭാഗം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിലാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ പാഠപുസ്തകത്തില് എന്താണ് ആമുഖ ഭാഗം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ അത് വായിച്ചുകൊണ്ട് തന്നെ നമ്മുടെ സത്യം എന്താണ് എന്നത് കുട്ടികളിലേക്ക് എത്തിക്കാനാകും. ആ ഒരു രീതിയിൽ ഒരു കാര്യം കൂടെ അതിനകത്തുണ്ട്. അത് ഒഴിവാക്കണ്ട കേട്ടോ അഞ്ജലി ടീച്ചറെ, ആ ഒരു ഇത് ഒഴിവാക്കണ്ട. നമ്മൾ വെറുതെ ഇരുന്നിട്ടില്ല, അതൊരു വ്യത്യസ്തമായ കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്ന ഇനിയും സമയമുണ്ട്. അവിടെ റൂം എടുത്തിട്ടുണ്ടല്ലോ, സ്വസ്ഥമായി ഇരുന്ന് കുറച്ച് ഭരണഘടനയുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ ഒന്ന് ജസ്റ്റ് കണ്ട് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ബിൻസിൻ ടീച്ചറെ പറഞ്ഞോ. അതിലേ പിന്നെ നമ്മളുടെ സ്കൂൾ ടെക്സ്റ്റ് ഏതെങ്കിലും ഒരു പുസ്തകം എടുത്തിട്ട് അതിന്റെ ഫ്രണ്ടിൽ ഈ ഭരണഘടന കൊടുത്തിട്ടുണ്ട്, അതൊന്ന് വായിച്ചു നോക്കണം. അതിലെ വർഷം കൃത്യമായിട്ടൊന്ന് നോക്കണം. കാര്യം സ്കൂൾ ടെക്സ്റ്റിൽ ഉൾപ്പെടുത്തിയത് കൊണ്ടാണ്. പിന്നെ നമ്മളെ ഭരണഘടന രൂപീകരിക്കുമ്പോൾ ഇല്ലാത്ത 2 വാക്കുകൾ പിന്നെ 42ാം ഭരണഘടന ഭേദഗതിയോടുകൂടി, അതായത് 42 എന്ന് പറയുമ്പോൾ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ, ഇതോടുകൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട് സ്ഥിതി സമത്വവും മതേതരത്വവും. 2 വാക്കുകൾ പുതിയതായി കൂട്ടിച്ചേർത്തതാ. അത് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ടീച്ചറെ, സാംസ്കാരിക പ്രവർത്തനമൊക്കെ ചോദിച്ചാൽ പറയുമല്ലോ, ഗ്രാമവേദിയിൽ അംഗമാണെന്ന് എഴുതിയിരിക്കുന്നു. അവിടെ എന്താണ് സാംസ്കാരിക പ്രവർത്തനം എന്നൊക്കെ ചോദിച്ചാൽ അത് പറയാൻ പറ്റണേ ടീച്ചർ. ഞാനത് ഫില്ല് ചെയ്യാതെ ഇടണ്ടെന്ന് പറഞ്ഞ അത് എഴുതിയത്. ആ ഗ്രാമവേദി എന്ന് വെച്ചില്ലേ നമ്മള് ഓണപരിപാടി അങ്ങനെയൊക്കെ നടത്തുന്നതാണ്. മതി ടീച്ചറെ, അത് മതി. അത് ആക്ടിവിറ്റി അല്ലേ, അത് സാംസ്കാരിക പ്രവർത്തനമാണല്ലോ. കൾച്ചറൽ ആക്ടിവിറ്റീസിനകത്ത് അത് ഉൾപ്പെടുത്താമല്ലോ. 3 സ്റ്റാർ ഗ്രാമവേദിയിൽ അംഗമാണ്, അതിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും മത്സര ഇനത്തിലൊക്കെ പങ്കെടുക്കുന്നു എന്നുള്ള തരത്തിലൊക്കെ പറഞ്ഞു വെക്കാം കേട്ടോ. ചെയ്യുന്നതാണോ? ഓക്കെ, സയൻസ് ആൻഡ് ടെക്നോളജി. അഞ്ജലി ടീച്ചറിനോട് ഒരു ചോദ്യം ചോദിക്കാം. അഞ്ജലി ടീച്ചറിനോടെ ഫസ്റ്റ് പേജ് എടുക്കുമ്പോൾ പഠിച്ചത് DLED പഠിച്ചത്, ഡിപ്ലോമ ഇൻ എഡ്യൂക്കേഷൻ. അപ്പോൾ DLED വരുന്നതിന് മുൻപ് എന്തായിരുന്നു, ഇപ്പൊ നിലനിൽക്കുന്നത് എന്താണ്? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാനകത്ത് വ്യത്യാസം ചോദിക്കാം. അതായത് വ്യത്യാസം, അതിന്റെ ഫുൾ ഫോം ചോദിക്കാം. DEDും DLEDും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? പറഞ്ഞോ.
ഡി എഡും ഡി എൽ എഡും തമ്മിലുള്ള വ്യത്യാസം, ഡി എഡിനകത്താകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാമായിരുന്നു. ഇപ്പോ സയൻസ് സ്കൂളിൽ UP ക്ലാസ്സിൽ പഠിപ്പിക്കാൻ പോകുമ്പോൾ ഡി എൽ എഡിന് അങ്ങനെ ഇല്ല. എല്ലാവരും എല്ലാ സബ്ജക്റ്റും പഠിപ്പിക്കണം. അതെ, പഠിക്കണം. എങ്കിൽ അതിന്റെ ഫുൾ ഫോം കൂടെ. DLED ഡിപ്ലോമ ഇൻ എലമെന്ററി എഡ്യൂക്കേഷൻ. DED ഡിപ്ലോമ ഇൻ എഡ്യൂക്കേഷനും DLED ഡിപ്ലോമ ഇൻ എലമെന്ററി എഡ്യൂക്കേഷനും അല്ലേ? അപ്പൊ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യായിരുന്നു സബ്ജക്ട്? അപ്പൊ ടീച്ചർ ഏത് സബ്ജക്ട് തിരഞ്ഞെടുത്തേ? ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ആയതുകൊണ്ട് സയൻസ് തന്നെയാണ് പഠിപ്പിക്കാൻ പറഞ്ഞത്. ഓക്കെ ഓക്കെ. ടീച്ചറെ, ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് വല്ലതും ചോദിക്കുവോ? അത് അവർക്ക് അറിയാൻ പറ്റില്ലായിരിക്കും അല്ലേ? ഡിഗ്രി നമ്മള് ഫ്രണ്ടിൽ എഴുതിയിട്ടുണ്ടല്ലോ, ഡിഗ്രി എന്നല്ലേ പറഞ്ഞേ? ഡിഗ്രി അല്ല, +2 ഞാൻ VHSC ആയിരുന്നു. അപ്പൊ അത് അവർക്ക് അറിയാൻ പറ്റുമോ VHSC ആണെന്ന്? നമ്മൾ അങ്ങനെ VHSC നമ്മളൊന്നും എഴുതുന്നില്ല, അതുകൊണ്ട് കാര്യമില്ല, വേറൊന്നും അതിന് പ്രതീക്ഷിക്കണ്ട. ഓക്കെ. പിന്നെ സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു വിദ്യാർത്ഥി സമൂഹത്തെ സൃഷ്ടിക്കുക എന്ന് ടീച്ചർ പറഞ്ഞു. അതുകൊണ്ട് ടീച്ചർ എന്താണ് ഉദ്ദേശിക്കുന്നത്? പിന്നെ അഞ്ജലി ടീച്ചറെ ഒപ്പിടുന്ന ഭാഗം ഉണ്ടല്ലോ, അഞ്ജലി S, അവിടെ ഇംഗ്ലീഷിൽ എഴുതണം കേട്ടോ. മലയാളത്തിൽ എഴുതാൻ പറഞ്ഞപ്പോ മൊത്തം ഇംഗ്ലീഷിനകത്തും കൂടെ കയറി മലയാളത്തിൽ എഴുതി. അനുജ ടീച്ചർ പറഞ്ഞില്ലയോ? കാരണം ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. എത്ര തവണ നീ നാളെ എന്തത്തിന് ഇന്റർവ്യൂവിനാ പോന്നെ? ടീച്ചർ വഴക്കുറഞ്ഞത്. പട്ടാളക്കാരൻ തോക്കും കൊണ്ട് വരുവോ? എന്റെ ഭാര്യയെ കരയിപ്പിച്ചെന്നൊക്കെ പറഞ്ഞു. എങ്ങനെ ഒരിക്കൽ ലാസ്റ്റ് വിട്ട ബാഗിൽ എന്തൊക്കെ എടുത്തു വെക്കണോന്ന് പറഞ്ഞെന്ന് ചോദിച്ചാ അറിയാം. അല്ല, ഞാനൊരാളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വന്ന് പറഞ്ഞില്ലേ വിൻസെന്റ് ടീച്ചറെ നോക്കിക്കോണേന്ന് പറഞ്ഞില്ലേ? അതെ അതെ, ഞാൻ എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതെ അതെ അതെ. പിന്നെ അതിനകത്ത് അഞ്ജലി പിന്നെ നമ്മൾ 2-3 തവണ ചെയ്ത്, എന്നിട്ട് ആദ്യം ചെയ്തത് ഇതിലും പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത്, ഇന്ന് പോകാനുള്ള ഇന്റർവ്യൂവിനുള്ള മെമ്മോ എന്നെ കാണിച്ചപ്പോ എനിക്ക് ദേഷ്യം വന്നു. പിന്നെ എനിക്ക് ദേഷ്യം വരത്തില്ലേ? അത്രയും നന്നായിട്ട് ആദ്യം ചെയ്തിട്ട് ഇപ്പൊ പോകാറായപ്പോ അതിനകത്ത് ആവശ്യമില്ലാത്ത കുറെ മാറ്റങ്ങള്, പുതിയ രീതികളൊക്കെ കാണുമ്പോ പുത്തൻ കുട്ടികൾ, പുതിയ കുട്ടികൾ ചെയ്തതുപോലെ ആയിപ്പോയി. എന്തായാലും ഇപ്പൊ അത് മാറി, നന്നായിട്ട് ചെയ്തു. അപ്പോൾ സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന കുട്ടികളെ വാർത്തെടുക്കാൻ അഞ്ജലിക്ക് കഴിയട്ടെ കേട്ടോ. താങ്ക് യു ടീച്ചർ. ടീച്ചർ പറഞ്ഞപ്പോ ടീച്ചർ ക്ലാസ്സിൽ പറഞ്ഞ എല്ലാം എനിക്ക് അന്നേരം ഓർമ്മ. അതാ കിട്ടേണ്ട സമയത്ത് കിട്ടുമ്പോ ഓർമ്മ വരും. പിന്നെ പിന്നെ എന്താ പോയി മേടിച്ച വഴക്ക്. ഓക്കെ, നമ്മൾ അന്ന് കണ്ട ഡ്രസ്സ് തന്നെയല്ലേ? അതെ ടീച്ചറെ. അപ്പം വൃത്തിയായിട്ട് മുടിയൊക്കെ വൃത്തിയായിട്ട് കെട്ടി ഒന്ന് ഒതുക്കി കെട്ടിക്കോ കേട്ടോ. വാച്ചൊക്കെ എടുത്തോ? ടീച്ചർ പറഞ്ഞില്ലേ വാച്ച് ടീച്ചർ എന്നപ്പോ ഊരി വെപ്പിച്ചു. അത് ഞാൻ കുഞ്ഞൊരു വളയാണ്, ചെറിയ സിമ്പിള് വളയോ. ഓക്കെ. വെള്ളം അതുപോലെ ബിസ്ക്കറ്റ് എന്തെങ്കിലും ഒക്കെ കയ്യിൽ വെച്ചേക്ക് കേട്ടോ. ഒന്നും കഴിക്കാതൊന്നും പോകരുത്. ഭക്ഷണമൊക്കെ കഴിച്ച് സമാധാനമായിട്ട് ഇന്റർവ്യൂ കഴിഞ്ഞ ഉടനെ 2 എണ്ണം കൂടെ കറങ്ങാൻ നടക്കാതെ ഉടനെ എനിക്ക് മെസ്സേജ് അയച്ചോണം, എങ്ങനെ ഉണ്ടായിരുന്നു. മെസ്സേജ് അയച്ചിട്ട് കറങ്ങാൻ പോക്കോ. എളുപ്പമായിരുന്നു, കുഴപ്പമില്ലായിരുന്നു എന്നിട്ടിട്ട് പിന്നെ ഡീറ്റെയിൽസ് ഇട്ടാലും സാരമില്ല, അതുവരെ നമുക്കൊരു നെഞ്ചിടിപ്പാ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ, ഇനി ടെൻഷനൊന്നും അടിക്കണ്ട. പിന്നെ കൂടെ ഉണ്ട്. പിന്നെ എന്തെങ്കിലും കുഞ്ഞു കാര്യങ്ങളിൽ വഴക്കൊക്കെ പറയുന്നത് എനിക്ക് ആ ഒരു സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ടാ, അത് ഞാനിങ്ങ് എടുത്ത സ്വാതന്ത്ര്യമാ കേട്ടോ. ആദ്യമായിട്ട് ടീച്ചറിനെ കിട്ടിയോണ്ടുള്ള ഒരു വിഷമം. അത് സാരമില്ല, നന്നായിട്ട് ചെയ്യും. നല്ല ഹാൻഡ് റൈറ്റിംഗ് ഒക്കെയാണ്, ആ ഒരു രീതിയിലൊക്കെ തന്നെ മുന്നോട്ട് പോ. പിന്നെ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഗ്രൂപ്പിലായിരുന്നു ടീച്ചർ ഇട്ടേ, എന്നെ അതും കേൾക്കാത്തതിന് വഴക്ക് പറഞ്ഞു. മറ്റേ ഗ്രൂപ്പിലാണോ? അല്ല, നമ്മള് അല്ല, നമ്മളുടെ അവരുള്ളതിലല്ലായിരുന്നു ഇട്ടത്. എന്തോ ഇട്ടതാ? ടീച്ചർ രാവിലെ ബയോഡേറ്റ ഫില്ല് ചെയ്യുന്നതിന്റെ കാര്യം പറഞ്ഞിട്ടില്ലേ ഒരു മെസ്സേജ്? കേട്ടിട്ട് ചെയ്യണമെന്ന് പറഞ്ഞത്.
ആ ഹാ ആ, ഹാ അത് ആ ഇല്ല. ആദ്യം പറഞ്ഞില്ലെങ്കിൽ സാരമൊന്നുമില്ല, 2 ക്ലാസ് കിട്ടിയതാ. ഒക്കെ കേട്ടിട്ട് അത് ചെയ്യണമെന്നൊക്കെ. രാവിലെ ഇട്ടിട്ട് പോലും അതും കേൾക്കാതെ എന്തുവാ കാണിച്ചു വെച്ചേക്കും. ഞാൻ അന്നേരം കിടന്ന് ഞാൻ മോളെ പറഞ്ഞു അത് ടീച്ചറിന്റെ പെറ്റ് ആയതുകൊണ്ടാ അങ്ങനെ ആ, വഴക്കൊക്കെ അതാ. കേട്ട് അതൊന്നും ആ, കുഴപ്പമില്ലാന്ന്. ഞാന് അഞ്ജലി അല്ലേ കുഞ്ഞേന്നൊക്കെ വിളിക്കുന്നുള്ളൂ. സാരമില്ല, സന്തോഷമായിട്ട് പോയിട്ട് വാ കേട്ടോ. ടീച്ചറെ. ഓക്കേടാ, നന്നായിട്ട് കഴിഞ്ഞ ഇറങ്ങിയ ഉടനെ പറയണം, ഞാൻ തകർത്ത് അടിപൊളിയായിട്ട് പറഞ്ഞു എന്നൊക്കെ പറയണം. ഇനി വേണമെങ്കിൽ ലെഫ്റ്റ് ആയിക്കോ, ഇനി വെറുതെ സമയം കളയണ്ട. ഓക്കെ ആ ശരി ടീച്ചറെ. ഓക്കെ ഓക്കെ. ഓൾ ദി വെരി ബെസ്റ്റ് അഞ്ജലി. താങ്ക് യു. ആ, ഞങ്ങളുടെ എല്ലാം കൊച്ചാണ്. അപ്പൊ പോയിട്ട് വാ സന്തോഷമായിട്ട്. ഇനി അശ്വിൻ ടീച്ചറുണ്ട്, ശ്രീ ടീച്ചറുണ്ട്. രണ്ടും ടെൻഷന്റെ പാർട്ടികളാണ്. അശ്വിൻ ടീച്ചറെ, അയ്യോ, അശ്വിൻ ടീച്ചറെ കേൾക്കാമോ? ഹലോ. ഹലോ ടീച്ചറെ, കേൾക്കാൻ പറ്റുന്നുണ്ട്. ഉണ്ട് ഉണ്ട്, നോക്കിയാലോ? നോക്കാം ടീച്ചറെ. ആ, ടീച്ചറെ, ശബരിഗിരി സ്കൂളില് വർക്ക് ചെയ്തിട്ടുണ്ട്, അതുപോലെ ഗവൺമെന്റ് സ്കൂളിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അതിലുള്ള ഡിഫറൻസ് ഒന്ന് പറയാമോ ടീച്ചറിന്? മനസ്സിലായ ഡിഫറൻസ്. ശബരിഗിരി സ്കൂളില് ഞാൻ സ്കൂളിന്റെ പഠിപ്പിച്ചതിലും പേര് പറയണ്ട, ഞാൻ ഉദ്ദേശിച്ചത് പ്രൈവറ്റ് സ്കൂളുകളിൽ പഠിപ്പിച്ചപ്പോഴും അതുപോലെ ഗവൺമെന്റ് സ്കൂളിൽ പഠിപ്പിക്കുമ്പോഴും ഉള്ള വ്യത്യാസം. പ്രധാനമായിട്ട് എനിക്ക് തോന്നിയ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ, നമ്മളെ ഗവൺമെന്റ് സ്കൂളുകളിൽ ശിശു കേന്ദ്രീകൃത വിദ്യാഭ്യാസമാണ് നടക്കുന്നത്. അവർക്കാണ് പ്രാധാന്യം കൂടുതൽ ഉള്ളത്. പക്ഷേ പ്രൈവറ്റ് സ്കൂളുകളിലാണെങ്കിൽ അവിടെ അധ്യാപകർക്ക് കൂടുതൽ ഇപ്പോഴും ലെക്ചർ മെത്തേഡ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ് മുറികൾ, ഗവൺമെന്റ് സ്കൂളിലെ ക്ലാസ് മുറികൾ പ്രവർത്തനത്തിലൂടെ കുട്ടികൾ പഠിക്കുന്നു, പ്രവർത്തനാധിഷ്ഠിതമാണ്. പക്ഷേ പ്രൈവറ്റ് സ്കൂളിലെ ക്ലാസ് മുറികൾ പ്രവർത്തനാധിഷ്ഠിതമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് നിരീക്ഷണത്തിലൂടെയൊക്കെ പഠിക്കാനുള്ള അവസരങ്ങൾ നമ്മളുടെ സ്കൂളിൽ ലഭിക്കുന്നുണ്ട്. സ്വാഭാവികമായ അന്തരീക്ഷത്തിൽ അവർക്ക് പഠിക്കുന്നതിന് സ്വതന്ത്രമായി അവർക്കുള്ള ഉള്ളിലുള്ളത് പറയാനും ഒക്കെയുള്ള അവസരം കിട്ടുന്നുണ്ട്. ഇത് പ്രൈവറ്റ് സ്കൂളുകളിൽ അത് കുറവാണ്. പിന്നെ അവിടുത്തെ പഠന രീതി എങ്ങനെയാണ്? ടീച്ചർ സെന്റേർഡ് ആണ് കൂടുതലും. വ്യവഹാരവാദം പോലെയാണോ അനുഭവപ്പെടുന്നത്? വ്യവഹാരവാദം പിന്തുടരുന്നു എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. പലപ്പോഴും നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം കാണാതെ പഠിക്കണം, ആശയങ്ങൾ പുസ്തകത്തിൽ എല്ലാം അടങ്ങിയ വളരെ നല്ല ടെക്സ്റ്റുകളാണ് അവര് ഫോളോ ചെയ്യുന്നത്. കുട്ടികൾ സ്വയം കണ്ടെത്തി ഉള്ള പഠനം അവിടെ നടക്കുന്നില്ല. അതെ. ഇപ്പൊ നമ്മള് ഈ മാറിയ പുസ്തകത്തിൽ അല്ല, ഇനി മാറാൻ പോകുന്നതിന്റെ കാര്യമല്ല, മാറുന്നതിന് മുമ്പുള്ള 8ാം ക്ലാസ്സിന്റെയോ 9ാം ക്ലാസ്സിന്റെയോ ഒക്കെ സയൻസ് ടെക്സ്റ്റ് ഒക്കെ എടുത്തു നോക്കിയാൽ അതിൽ കുട്ടികൾ പലതും കണ്ടെത്തണം. അത് കഴിഞ്ഞിട്ടാണ് ക്രോഡീകരണത്തിലേക്ക് പോകുന്നത്. പക്ഷെ നമ്മള് ഈ ഒരു ടെക്സ്റ്റ്, അതായത് ഇംഗ്ലീഷ് മീഡിയം അൺഎയ്ഡഡ് സ്കൂളുകളുടെ ടെക്സ്റ്റുകൾ നോക്കിക്കഴിഞ്ഞാല് നമ്മുടെ എൻസൈക്ലോപീഡിയ പോലെ അല്ലെ, എല്ലാം വിശദമാക്കി ഇതിൽ നിന്ന് ലഭിക്കും. പുതിയതായിട്ടൊന്നും വായിച്ചോ അല്ലെങ്കിൽ നിരീക്ഷിച്ചോ ഒന്നും കണ്ടെത്തേണ്ട ആവശ്യമില്ല. അതിൽ നിന്ന് തന്നെ അപ്പോൾ ആ കുട്ടികൾ അതിൽ ഒതുങ്ങി പോകാനും സാധ്യതയുണ്ട്. ഇത് കാണുമ്പോൾ രക്ഷിതാക്കൾ ചിന്തിക്കുന്നതും ഒക്കെ എന്താണ്, നമ്മുടെ കുട്ടികൾ മറ്റുള്ളവരെക്കാൾ നന്നായി പഠിക്കുന്നു, പുസ്തകത്തിന്റെ തന്നെ ഭാരം കൂടുതലാണ്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നു, തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന ഒരു രീതിയാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതിനെ കാണേണ്ടത് കേട്ടോ, പറയേണ്ടത്. അപ്പൊ ടീച്ചറെ, ഇംഗ്ലീഷ് ഭാഷ ഗവൺമെന്റ് സ്കൂളിലെ കുട്ടികളിൽ ഇച്ചിരി കുറവായിട്ട് അനുഭവപ്പെടുന്നുണ്ടോ? അവരെ അത് നന്നായിട്ട് ഉപയോഗിക്കുന്നില്ല എന്ന ഒരു പരാതി അല്ലെങ്കിൽ അങ്ങനെ ടീച്ചറിന് തോന്നിയിട്ടുണ്ടോ? നമ്മുടെ കുട്ടികൾ വലിയ എന്തെങ്കിലും ഇന്റർവ്യൂലോ ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ പുറന്തള്ളപ്പെടുന്നു, വലിയ ഉയർന്ന പോസ്റ്റിലൊക്കെ വരുമ്പോൾ പുറന്തള്ളപ്പെടുന്നു എന്നൊരു അഭിപ്രായം ഉണ്ട്. പക്ഷേ അത് നേരത്തെ മുമ്പിലത്തെ പാഠ്യപദ്ധതിയിലൊക്കെ ഇംഗ്ലീഷിന്റെ കമ്മ്യൂണിക്കേഷനും ഒന്നും വളരെ പ്രാധാന്യം കൊടുത്തിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ ക്യൂബ്, അതുപോലെ ഹലോ ഇംഗ്ലീഷ്, ഹലോ ഇംഗ്ലീഷ് വേൾഡ് തുടങ്ങിയ വിദ്യാഭ്യാസ സംരക്ഷണ ഹലോ വേൾഡ് ഹലോ ഇംഗ്ലീഷിന്റെ തന്നെ ഡിജിറ്റലൈസ്
ഇത് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് ഹലോ വേൾഡ്. വിദ്യാഭ്യാസ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ കുട്ടികളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ ടീച്ചറെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. അവർക്ക് ഇപ്പോൾ സ്വതന്ത്രമായി സംസാരിക്കാനും മുന്നോട്ട് വരാനും ഒക്കെ ഉള്ള ആ ഒരു പേടി അവർക്ക് ഇപ്പോൾ മാറിയിട്ടുണ്ട് പഴയതിലും. ഓക്കെ, അതിന്റെ കൂട്ടത്തിൽ ഒന്നുകൂടി, ഇതെല്ലാം നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ക്ലാസ്സിൽ അല്ലെ. അപ്പൊ അതിന്റെ കൂട്ടത്തില് ഒന്നുകൂടിയുണ്ട്, നമ്മളുടെ പുത്തൻ പാഠപുസ്തകങ്ങൾ പരിശോധിക്കുമ്പോൾ അതിനകത്ത് കുട്ടികൾക്ക് ഡയലോഗ് ബോക്സുകൾ ഒഴിച്ചിട്ട് ഡയലോഗ് ബോക്സുകൾ കൊടുക്കുന്നുണ്ട്. കുട്ടികൾ സ്വയം അത് ഫില്ല് ചെയ്യണം. അപ്പൊ അവിടെ കുട്ടി നന്നായി ആലോചിച്ച് തന്റെ ആശയത്തെ സെന്റൻസ് ആക്കി മാറ്റേണ്ടിയിരിക്കുന്നു. ചെറിയ ക്ലാസ് മുതലേ ഈ ഒരു രീതി വരികയാണ്. അപ്പൊ ഇതൊക്കെ കുട്ടികളുടെ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി കൂട്ടും അല്ലെ. അപ്പൊ കുട്ടികൾക്ക് സംഭാഷണങ്ങൾ പറയാനുള്ള പ്രാക്ടീസ് നടക്കുന്നുണ്ട്. അവരുടെ ആശയങ്ങൾ പ്രകടിപ്പിക്കാനായിട്ട് വർക്ക് ബുക്കുകൾ ഇപ്പൊ നൽകി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള സൈനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കൃത്യമായ രീതിയിൽ ഗവൺമെന്റ് ആസൂത്രണം ചെയ്തിരിക്കുന്ന പ്രവർത്തനങ്ങൾ അണുവിട തെറ്റാതെ ആശയം ചോർന്നു പോകാതെ നടപ്പിലാക്കിയാൽ നമ്മുടെ കുട്ടികൾ ലോകോത്തര നിലവാരം കൈവരിക്കുമെന്നത് നിസ്സംശയം പറയാനാകും എന്ന് ആത്മവിശ്വാസത്തോടെ അങ്ങ് പറയണം കേട്ടോ. ഓക്കെ, ടീച്ചർ ആ സിവിൽ എഞ്ചിനീയറിന്റെ ഈ ക്യാപിറ്റൽ വേണോന്ന് നോക്കണേ. എഞ്ചിനീയർ എന്ന് പറയുമ്പോ ഓക്കെ ടീച്ചർ, അത് നോക്കാം. പിന്നെ ടീച്ചറിന്റെ ഹോബി പറഞ്ഞ ടീച്ചർ. ടീച്ചറിന്റെ ഹോബി കൂൺ കൃഷിയാണ് അല്ലെ? അതെ ടീച്ചറെ, ചിപ്പിക്കൂൺ കൾട്ടിവേഷൻ ആണ്. ചിപ്പിക്കൂൺ, അത് അങ്ങനെ എഴുതണമായിരുന്നോ? ഫംഗി കൾച്ചർ എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ ചിപ്പിക്കൂണിന് എന്തോ ഇംഗ്ലീഷ് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടെത്തി മഷ്റൂം എന്നാണ് അതിന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് മെൻഷൻ ചെയ്തിട്ടില്ല, ബയോഡേറ്റയിൽ മെൻഷൻ ചെയ്തിട്ടില്ല. അത് ചോദിക്കുമ്പോ പറഞ്ഞാലും മതി. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് ടീച്ചർ ഇങ്ങനെ ഒരു ഹോബി ക്രിയേറ്റ് ചെയ്തത്? ഇങ്ങനെ ഒരു ഹോബി ഉണ്ടാവാൻ അത് ഉണ്ടാകാനുള്ള കാരണം, ഞാൻ ഒരിക്കലും ഈ മഷ്റൂം വാങ്ങിക്കുകയുണ്ടായി, ചിപ്പിക്കൂൺ. ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചപ്പോൾ എനിക്കത് വർത്തായിട്ട് തോന്നിയില്ല. അതാണ് ഇതിന്റെ കൃഷിയിലേക്ക് പോയാലോ എന്നുള്ള ഒരു ചിന്ത എനിക്ക് വന്നത്. എന്റെ ബ്രദർ അത് കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ഒരിക്കൽ എനിക്കത് അറിയില്ലായിരുന്നു. ഞാൻ ഒരിക്കൽ വീട്ടിൽ ചെന്നപ്പോൾ അതിന്റെ ബെഡ് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്ന കണ്ടു. അങ്ങനെ ആളോട് ചോദിച്ച് ഞാൻ മനസ്സിലാക്കിയാണ് ഈ കൃഷി തുടങ്ങിയത്. ഓക്കെ, സ്റ്റെപ്പുകളൊക്കെ ചോദിച്ചാൽ നന്നായിട്ട് പറയാമല്ലോ. ഞാൻ അതിന് സമയം കളയുന്നില്ല. അപ്പൊ സ്റ്റെപ്പുകൾ ചോദിക്കാം. അപ്പൊ അത് വ്യക്തമായിട്ട് അതിന്റെ സ്റ്റെപ്പുകൾ പറയുക. ടീച്ചർ, അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഈ ചിപ്പിക്കൂണിന് എന്തെങ്കിലും പ്രത്യേകത ഗുണങ്ങൾ പ്രോട്ടീൻ റിച്ച് ആണ്. അതുപോലെ ക്യാൻസറിനെ തടയും എന്ന് പറയുന്നുണ്ട്, കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ കൊളസ്ട്രോൾ കുറയ്ക്കുമെന്ന് പറയുന്നു. കൂടാതെ ഇത് പൊട്ടാസ്യം പോലുള്ള മിനറൽസും അതുപോലെ വൈറ്റമിൻ സി, ബി എന്നിവയുടെ ഒക്കെ പ്രൊഡക്ഷന് വളരെയധികം സഹായിക്കുന്ന ഒരു ഭക്ഷണമാണ്. ഓക്കെ, അപ്പൊ ഈ ക്യാൻസർ പ്രിവെൻഷൻ ഒക്കെ നമുക്ക് ഒന്നുകൂടി ആലോചിച്ച് പറഞ്ഞാൽ മതി കേട്ടോ. അത് സയന്റിഫിക് ആണെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി, ബാക്കിയൊക്കെ പറയാം. പ്രോട്ടീൻ റിച്ച് ആണ്. നോക്കിയപ്പോ ഇങ്ങനെ കുറെ എണ്ണം സെർച്ച് ചെയ്ത് നോക്കി ഇതിന്റെ, അപ്പം അതിൽ കിടന്നത് ഇങ്ങനെ ഉണ്ടെന്നാണ്. അപ്പൊ ഈ കണ്ണിന്റെ കാഴ്ചക്ക് ഏറ്റവും നല്ലതായി കൂണ്. കണ്ണിന്റെ കാഴ്ചക്ക് അതിൽ വിറ്റാമിൻ എ ധാരാളമായി അടങ്ങിയിട്ടുള്ളത് കൊണ്ട് കണ്ണ് കാഴ്ചക്കുറവുള്ളവർക്ക് ഉപയോഗിക്കാൻ വളരെ നല്ലതാണ്. ആണോ? വൈറ്റമിൻ എ ഉണ്ടല്ലേ കൂണിനകത്ത്? എനിക്കത് പുതിയ അറിവാ. അത് അങ്ങനെയാ പറയുന്നേ. കാഴ്ചക്കുറവുള്ളവർക്ക് വാങ്ങിക്കൊടുത്താൽ നല്ലയാന്ന് പറയും. കണ്ണിന് എ ആണല്ലോ വേണ്ടത്, കണ്ണേ കരളയാണല്ലോ. സാധാരണ നമ്മള് പച്ചിലകളില് അങ്ങനെയല്ലേ കൂടുതലായിട്ട് പറയാറ്. അപ്പൊ അതുകൊണ്ട് അറിയില്ല, എനിക്ക് കാണുമായിരിക്കും. അപ്പോ അത് നമുക്ക് നോക്കിയിട്ട് പറയണം, കൃത്യമായിട്ട് നോക്കി നമുക്ക് പറയാം. പിന്നെ ഈ പറയുന്നത് പോലെ കൂണ് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം? വൈറ്റമിൻ ആണ്, പ്രോട്ടീൻ റിച്ച് ആണ്. വേണമെങ്കിൽ കൂൺ കൃഷി സ്കൂളിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. കാരണം ഉച്ചഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിക്കൂടെ? ഇപ്പൊ ടീച്ചറിന്റെ ഞാനിത് അങ്ങ് പറയാൻ കാരണം സമയം ഇങ്ങനെ അതിക്രമിക്കുന്നതുകൊണ്ടാണ്. അപ്പം ടീച്ചറിന്റെ ഈ ഒരു ഹോബിയെ എങ്ങനെ സ്കൂളിലേക്ക് എത്തിക്കാം എന്ന ചോദ്യം വരുമ്പോൾ നമുക്കിത് പറയാം.
അതായത് കുട്ടികൾക്കൊരു തൊഴിലായിട്ട് പിന്നെ പറഞ്ഞോ എങ്ങനെയൊക്കെ നമുക്കിത് സ്കൂളിൽ പ്രാവർത്തികമാക്കാം? എങ്ങനെ പ്രാവർത്തികമാക്കാം? ആദ്യം പ്രവർത്തനമാണ് പറയേണ്ടത്, പിന്നെ അതിന്റെ കാര്യം. ടീച്ചർ, അത് 4ാം ക്ലാസ്സിലെ ഇലയ്ക്ക് മുണ്ട് പറയാൻ എന്നുള്ള ഒരു ചാപ്റ്റർ ഉണ്ട്. അതില് പിന്നെ വിവിധ തരത്തിലുള്ള സസ്യങ്ങൾ, അതിന്റെ പല ഇലകളും അതിന്റെ പാർട്സുകളെ പറ്റിയും അതുപോലെ തന്നെ സീഡ് ജെർമിനേഷനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ എനിക്ക് ഈ കൂണിനെ പറ്റി പറയാനും അതിന്റെ ജെർമിനേഷൻ, അതിന്റെ ഉൽപാദനം, അത് ICT വഴി കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാനും അതിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ പറഞ്ഞു കൊടുക്കാനും ഒക്കെയുള്ള അവസരം കിട്ടും. ഇതിലൂടെ കുട്ടികൾക്ക് അതിനോടുള്ള പിന്നെ ഇഷ്ടം വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ വിഷരഹിതമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണത്തെ കുറിച്ചുള്ള അവബോധം ഉണ്ടാക്കാനും ഒക്കെ കഴിയും. എങ്കിൽ ഏറ്റവും വിഷമുള്ള കൂൺ ഏതാന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. അങ്ങനെ ഒരു അവബോധം കുട്ടികൾക്ക് കൊടുത്തൂടെ എന്ന് ചോദിക്കാം. വിഷക്കൂൺ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ദോഷങ്ങൾ. എല്ലാ കൂണും ഉപയോഗിക്കാമോ? കാണുന്ന ചില കൂണുകളെല്ലാം കൂണുകൾ ഭക്ഷ്യയോഗ്യമല്ല. ചില കൂണുകൾ ഭക്ഷ്യയോഗ്യമല്ല. അങ്ങനെയാണെങ്കിൽ അത് ഇതൊക്കെയായിരിക്കും ചിലപ്പോൾ ചോദിക്കാൻ സാധ്യത. എന്തോ വിഷമുള്ളതെന്തോ എന്തോ അമാനിറ്റയോ, അമാനിറ്റയും അരാക്കസും, അങ്ങനെ 2 കൂണില്ലേ? അത് സെർച്ച് ചെയ്ത് നോക്കണേ ടീച്ചറെ, കൃത്യമായിട്ട് നോക്കി. അത് എഡിബിൾ ആണ്. ഏതാ? അത് പക്ഷെ എഡിബിൾ ആണ്. പിന്നെ ചിപ്പിക്കൂൺ എന്ന് പറയുന്നത് ഓയിസ്റ്റർ മഷ്റൂമാണെന്ന് എനിക്ക് തോന്നുന്നു. അതെ, ഓയിസ്റ്റർ മഷ്റൂം. ഓക്കെ. അപ്പോ നമ്മള് ഈ പറഞ്ഞതുപോലെ അതിനെ എങ്ങനെ സ്കൂളിലേക്ക് എത്തിക്കാം എന്നൊരു ചോദ്യം വരുമ്പോ, സ്കൂളിലേക്ക് എന്നാണ്, പാഠഭാഗവുമായിട്ടല്ല, സ്കൂളിലേക്ക് ഈ ഒരു ആശയത്തെ പ്രാവർത്തികമാക്കാൻ കഴിയുമോ സ്കൂളില്? പ്രാവർത്തികമാക്കാൻ കഴിയും. അതിനെപ്പറ്റി നമുക്ക് വേണമെങ്കിൽ സ്കൂളിൽ അതൊരു അതിന്റെ ഒരു ബെഡ്, ഒരു ഡെമോ പോലെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാം. അത് കൃഷി ചെയ്യുന്നതിനെ പറ്റി എങ്ങനെ കൃഷി ചെയ്യുന്നെന്ന് കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. അവരെ വീട്ടിൽ അത് ചെയ്യാനായിട്ട് പേരൻസിന്റെ സഹായത്തോടെ സ്കൂളിൽ നടപ്പിലാക്കാനാകോ? സ്കൂളിൽ അത് കാണിച്ചു കൊടുക്കാൻ വേണമെങ്കിൽ ബെഡ് പ്രിപ്പയർ ചെയ്യുന്ന എങ്ങനെയാണെന്ന്. അതെന്താ സ്കൂളിൽ നടപ്പിലാക്കാനാകാത്തത്? അത് ഇരുട്ടുമുറിയിൽ സൂക്ഷിക്കണം, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഇരുട്ട് സംവിധാനം ഒരുക്കണം. അത് നമുക്ക് പിന്നെ ഒഴിഞ്ഞ ക്ലാസ് റൂമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംവിധാനം ഉണ്ടെങ്കിൽ ചെയ്യാം അല്ലേ? പിന്നെ അതിന് സമയത്ത് നനയ്ക്കുകയൊക്കെ വേണ്ടേ? കച്ചിൽ വെച്ചൊക്കെ അല്ലേ നമ്മൾ ചെയ്യുന്നേ, അപ്പോഴും നനച്ചു കൊടുക്കുകയൊക്കെ വേണ്ടേ? കാലാവസ്ഥ അനുസരിച്ച് അതിന്റെ എണ്ണം കൂട്ടണം, എത്ര തവണയാണ് നനയ്ക്കേണ്ടതെന്നുള്ളത് കൂട്ടണം. ഒരുപാട് ചൂടുള്ള കാലാവസ്ഥയാണെങ്കിൽ കൂടുതലായിട്ട് ചെയ്തു കൊടുക്കണം. ഓക്കെ. അപ്പൊ അത് സ്കൂളിൽ പ്രാവർത്തികമാക്കാനാകുമോ എന്നൊരു ചോദ്യം പറഞ്ഞാൽ അത് നടത്താൻ പറ്റില്ല എന്നല്ല നമ്മൾ പറയേണ്ടത്. അതിനുള്ള സാഹചര്യങ്ങൾ, അതായത് ഇതിന് വേണ്ട റൂം ഇങ്ങനെയാണ്, ഇരുട്ടുള്ള മുറി വേണം, ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ സ്കൂളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും നടപ്പിലാക്കാനാകും. അപ്പൊ ഇങ്ങനെ നടപ്പിലാക്കാം എന്ന് ചോദിച്ചാല് രക്ഷിതാക്കളുടെ കൂടെ സഹായം വേണം. PTA അംഗങ്ങളുടെ കൂടെ സഹായത്തോടെ എവിടെയെല്ലാം എന്തെല്ലാം കൃഷികൾ ചെയ്യുന്നു സ്കൂളുകളിൽ. അപ്പൊ അങ്ങനെ PTA കൂടെ സഹായം ഉണ്ടെങ്കിൽ അത് കൃത്യമായി നമുക്ക് ചെയ്യാനാകും. അതല്ലെങ്കിൽ സ്കൂളിന്റെ ഭാഗമായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു കുട്ടിയുടെ വീട്ടിൽ വേണമെങ്കിൽ ചെയ്തിട്ട് ഉച്ചഭക്ഷണത്തിന് വേണ്ടി അത് ഉപയോഗിക്കാനാകും അല്ലെ? അവർക്ക് ഒരു വരുമാനം എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ അത് സഹായിക്കുന്നവർക്ക് വേണമെങ്കിലും അത് അതിന്റെ ബെനിഫിറ്റ് കിട്ടത്തക്ക രീതിയിലൊക്കെ നമുക്ക് ചെയ്യാനാകും. അപ്പൊ ഇത് എല്ലാ കുട്ടികളുടെയും അല്ലെങ്കിൽ വീടുകളിലേക്ക് വ്യാപിപ്പിക്കാൻ കഴിഞ്ഞാൽ പോലും നമുക്ക് അത് അവർക്കൊരു വരുമാന മാർഗമാണ്, കുട്ടികൾക്ക് അതൊരു കൗതുകമാണ്, കുട്ടികളും അതേക്കുറിച്ച് പഠിക്കുന്നു. അങ്ങനെയൊക്കെ നമുക്ക് പറഞ്ഞ് വെക്കാനാകണം കേട്ടോ. എത്രത്തോളം പ്രാവർത്തികം എന്നല്ല, എന്നാലും എല്ലാ വശവും നമ്മളൊന്ന് ചിന്തിക്കുക. പിന്നെ അടുത്തത് എന്താ? പിന്നെ ചാറ്റ് GPT ടീച്ചർ അല്ലേ ഉപയോഗിക്കുന്നത്? അപ്പോഴ് ഗൂഗിളും ചാറ്റ് GPT തമ്മിലുള്ള വ്യത്യാസം? നമ്മൾ ഗൂഗിളിൽ എന്തെങ്കിലും ഒരു കാര്യം സെർച്ച് ചെയ്യുവാണെങ്കിൽ അതിനെ പറ്റിയുള്ള കുറെ ലിങ്കുകൾ നമുക്ക് വരും. അപ്പൊ നമ്മൾ അത് ഒരുപാട് അതിന്റെ കറക്റ്റ് ആൻസറിലേക്ക് എത്തേണ്ടത്. പക്ഷെ ചാറ്റ് GPT ആണെങ്കിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് അത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് അതിന്റെ വസ്തുനിഷ്ഠമായിട്ടുള്ള ഒരു ഉത്തരം ലഭിക്കും വളരെ വേഗം എന്നുള്ളതാണ് അതിന്റെ ഒരു ഗുണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ. എല്ലായ്പ്പോഴും ചാറ്റ് GPT വസ്തുനിഷ്ഠമായിട്ടുള്ള ഉത്തരമാണോ തരാറ്? 100% കറക്റ്റ് ആയി ആവണമെന്നില്ല. ചിലപ്പോൾ അതിൽ മിസ്റ്റേക്കുകളും വരാറുണ്ട്. നമ്മളത് കറക്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന അനുസരിച്ച് അതിൽ വ്യത്യാസവും വരാറുണ്ട്.
നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ കൃത്യമാണെങ്കിൽ കൃത്യമായ രീതിയിലൊക്കെ തന്നെയാണ് മറുപടി വരാറുള്ളതും. അപ്പൊ ടീച്ചർ ChatGPT ക്ലാസ്സിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താനാകും ടീച്ചർക്ക്? ChatGPT എന്തെങ്കിലും ദിനാചരണങ്ങളൊക്കെ വരുമ്പോ അപ്പൊ ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ഒക്കെ പിന്നെ ചരമദിനം അതൊക്കെ നമ്മൾ ആഘോഷിക്കുന്ന സമയത്ത് പിന്നെ ജന്മദിനം, അധ്യാപക ദിനം, സോറി ആഘോഷിക്കുന്ന സമയത്ത് നമുക്ക് പിന്നെ ChatGPT ഒക്കെ ഉപയോഗിച്ച് കുട്ടികളുമായി സംവദിക്കാനുള്ള അവസരമൊക്കെ അതുവഴി ഉണ്ടാക്കാം. കുട്ടികളുമായി സംവദിക്കാൻ ChatGPT പറ്റുമോ? കുട്ടികൾക്ക് വിവരങ്ങൾ എത്തിച്ചു കൊടുക്കാം അല്ലെ? അത് ആ ഒരു ഇമേജ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റൂല്ലേ ടീച്ചറെ? അത് ടീച്ചർ എന്താ ഉദ്ദേശിച്ചേ? ആ വീഡിയോ ഒക്കെയാണോ? വീഡിയോ പോലെ ഈ അദ്ദേഹം സംസാരിക്കുന്നത് പോലെയൊക്കെ? അത് നമ്മള് നേരത്തെ പറഞ്ഞില്ലായിരുന്നോ? ഓഗ്മെന്റഡ് റിയാലിറ്റിയും എന്താണ് വിഷ്വൽ എന്തായിരുന്നു ഞാൻ നിങ്ങൾക്ക് ഇട്ടുന്നത്? VR അല്ലെ? വിർച്വൽ റിയാലിറ്റി ആണത് കേട്ടോ. വിർച്വൽ റിയാലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ചില എക്യുപ്മെന്റ്സിന്റെ ഒക്കെ ഉപയോഗത്തോടെ അത് നേരിട്ട് കാണുന്ന എഫക്റ്റിലേക്ക് കൊണ്ടുവരുന്നത്, ഒരാൾ അത് സെൻസ് ചെയ്ത് കിട്ടുന്നതാണ്. മറ്റേ ഓഗ്മെന്റഡ് ChatGPT അങ്ങനെയല്ലല്ലോ, നമ്മൾ അടിച്ചു കൊടുക്കുന്നതനുസരിച്ച് വിവരം തരുന്നതല്ലേ. വിവരം കൂടുതൽ ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ സ്ലൈഡ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് തരുന്നുണ്ട്. പിന്നെ അല്ലാതെ എന്തെങ്കിലും പിക്ചറുകളൊക്കെ പിന്നെ അടിച്ചു കൊടുത്താൽ അത് പുതിയ GPT-4 എന്ന് പറഞ്ഞൊരു പുതിയ വേർഷൻ ഉണ്ട്. അതിൽ നമ്മൾ പിക്ചർ അടിച്ചു കൊടുത്താൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. അതുപോലെ പെയ്ഡ് ആയിട്ടുള്ളതിനകത്ത് കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്ഡേറ്റഡ് ആയിട്ട് കിട്ടുന്നുണ്ട് പെയ്ഡ് വേർഷനിലേക്ക് പോകുമ്പോഴേ കുറച്ചും കൂടി. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കി വെച്ചാൽ മതി. അപ്പൊ ChatGPT നമുക്ക് ഇങ്ങനെ എന്താണ് കുട്ടികളിലേക്ക് കണ്ടന്റ് എത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. അപ്പോ അത് പറയുമ്പോൾ തന്നെയും പറയേണ്ടത്, സ്ലൈഡ് പ്രിപ്പറേഷനോ അല്ലെങ്കിൽ PDF ആയിട്ട് നോട്ടുകൾ കൊടുക്കാനോ ഒക്കെ നമുക്ക് ChatGPT ഉപയോഗിക്കാം. അപ്പോഴും അത് പ്രൂഫ് റീഡിംഗ് നടത്തിയതിനു ശേഷം മാത്രമേ കൊടുക്കാനാവുകയുള്ളൂ. കാരണം അതില് മിസ്റ്റേക്കുകൾ വരാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്ന വിവരങ്ങളിൽ നിന്ന് കളക്ട് ചെയ്തിട്ടാണ് ഇത് നമുക്കൊരു ഫോമാറ്റിലേക്ക് കിട്ടുന്നത്. അപ്പൊ ഇത് ഗുണവും ഉണ്ട് ദോഷവും ഉണ്ട്. അതിന്റെ ദോഷങ്ങൾ ചോദിച്ചാൽ എന്ത് പറയും? ദോഷങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികളിലെ വായനാശീലം ഒക്കെ കുറെ, കുട്ടികളിലായാലും മുതിർന്നവരായാലും നമുക്ക് ഇത് ഉണ്ടെങ്കിൽ കൂടുതലായിട്ട് നമ്മൾ അതിനെ ആശ്രയിക്കും. നമ്മൾ പല പുസ്തകത്തിലൂടെ കടന്നു പോകുന്ന ആ ഒരു പല പുസ്തകം റെഫർ ചെയ്യുന്ന അത് കുറച്ചൊക്കെ നമ്മൾ ഒഴിവാക്കാറുണ്ട് ഇതിന്റെ. അതെ, നമുക്ക് ഒരുപാട് പുസ്തകങ്ങൾ നോക്കിയാലായിരിക്കും, അതുകൊണ്ടാണ് നിങ്ങളോട് സ്വന്തമായിട്ട് നോട്ട്സ് എഴുതാൻ പറയുന്നത്. ഒരുപാട് പുസ്തകങ്ങൾ നോക്കിയാലായിരിക്കും ഒരു പാരഗ്രാഫ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുക. പക്ഷെ ChatGPT-യോട് ഒരു കാര്യം നമ്മൾ ചോദിച്ചാൽ അത് വളരെ വിശദമായിട്ടെല്ലാം നമുക്കിങ്ങി തരും. നമ്മുടെ തോട്ട് പ്രോസസ് നടക്കുന്നില്ല. പറഞ്ഞോ. അതുപോലെ മെഡിക്കൽ രംഗത്ത് ഓരോ മരുന്നുകളുണ്ടല്ലോ, അപ്പൊ അതിന്റെ കൂട്ട് അതൊക്കെ അതിനെ പറ്റിയൊക്കെ വ്യക്തമായ ധാരണ ഇതിലൂടെ ലഭിക്കും. അപ്പൊ അത് ഉപയോഗിച്ച് ഇത് ലോ കോസ്റ്റ് ആയിട്ടുള്ള കമ്പോണന്റ് ഉപയോഗിച്ച് മെഡിസിൻസ്, പേറ്റന്റ് ഇല്ലാത്ത മെഡിസിൻസ് ഉണ്ടാക്കാനും ഒക്കെ ഉള്ള ഇത് ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ ഞാൻ അന്ന് പറഞ്ഞ പോലെ നമ്മൾ ഒരു കാര്യം ഇപ്പം എന്താണ് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ച് സെർച്ച് ചെയ്യുമ്പോൾ ചിലത് അവർ പറയുന്നുണ്ട് ഞാൻ അങ്ങനെ പേഴ്സണലി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയത്തില്ല എന്നൊക്കെ ഉള്ള രീതിയിലേക്ക് ChatGPT വിവരം തരില്ല എന്നൊക്കെ പറയും. പക്ഷെ ചില കാര്യങ്ങളെ നമ്മൾ തടസ്സപ്പെടുത്തില്ല. നമ്മൾ നെഗറ്റീവായിട്ട് ഒരു കാര്യം ചെയ്യാൻ പോവാണെന്ന് പറയുമ്പോൾ അത് നെഗറ്റീവ് ആണ് എന്നുള്ള രീതിയിലേക്ക് നമ്മളിലേക്ക് ഒരു ഇത് ചെയ്തു തരുന്നില്ല. അപ്പൊ അതൊക്കെ ഒരു ബാഡ് ഇമ്പാക്റ്റ് ആയിട്ട് തോന്നാറുണ്ട്. അപ്പൊ കുട്ടികളെ അതുപോലെ തന്നെ കുട്ടികൾക്ക് അനാവശ്യമായ ഇൻഫർമേഷൻസ് കൊടുക്കാനും ഇത് സാധ്യതയുണ്ട്. ഇപ്പൊ ChatGPT നിയന്ത്രിതമായി ഉപയോഗിക്കണം. അതിൽ ഇനി മാറ്റങ്ങൾ വരുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. ഓക്കെ. അതുപോലെ ChatGPT പോലുള്ള വേറെ വല്ല പേരും അറിയാമോ? നമ്മള് ക്ലാസ്സുകളിൽ പറഞ്ഞാണ് ജെമിനി, മെറ്റ AI, നമ്മൾ വാട്സാപ്പിൽ ഉപയോഗിക്കുന്ന AI, മെറ്റ AI ഉണ്ട്. പിന്നെ അലക്സ, അതൊക്കെ ഒന്ന് നോക്കി വെച്ചാൽ മതി. പിന്നെ ചാറ്റ് ബോട്ട്. ഓക്കെ, ഐ ആം ഗുഡ് ലിസണർ. വീക്ക്നെസ് എന്തായിരുന്നു ടീച്ചറെ? നോ അല്ലേ? നോ പറയാം. ഒരു ടീച്ചറിന് അത്യാവശ്യം വേണ്ട ഒരു ക്വാളിറ്റി അത്. നോ പറയാൻ പറ്റണം അല്ലേ? അത് സാരമില്ല, അത് ഉൾപ്പെടുത്തിയത് കൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ല. എങ്കിലും പറയാണ്, കുട്ടികളെ നോ പറയാൻ എങ്ങനെ പഠിപ്പിക്കും?
കുട്ടികളോട് പറയേണ്ടതിന്റെ ആവശ്യകതയെ പറ്റി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. ഇപ്പം ഗുഡ് ടച്ച് ബാഡ് ടച്ച് ഒക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അത് എങ്ങനെ, അതൊക്കെ ഇതിന്റെ കൂട്ടത്തിൽ പറയാൻ പറ്റത്തില്ല. ഇപ്പൊ പിന്നെ ടീച്ചർ നോ പറയാൻ വിമുഖത കാണിക്കുന്നത് എവിടെയൊക്കെയാണ്, ആരോടാണ്, എവിടെയാണ്? അത് ഈ പ്രത്യേകിച്ച് കുട്ടികളോടല്ല, മുതിർന്നവരോട് ചില കാര്യങ്ങൾ അവർ പറയുമ്പോൾ തിരിച്ച് നോ എന്ന് പറയാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതെ. ഓക്കെ, അത് മാറ്റാൻ ശ്രമിക്കാറുണ്ടോ? മാറ്റാൻ ശ്രമിക്കാറുണ്ട്. മാറ്റം വന്നോ? മാറ്റം വന്നിട്ടുണ്ട്. മാറ്റം വരണം കേട്ടോ. നമ്മൾ നോ പറയേണ്ടടുത്ത് നോ പറയാൻ നേരത്തെ ആലോചിക്കാൻ നമ്മൾ ഒറ്റയ്ക്കാണ് ഇങ്ങോട്ട് വന്നത് അല്ലെ? ആരെയും പ്രീതിപ്പെടുത്താനൊന്നുമല്ല. നമുക്കൊരു ജീവൻ കിട്ടി, ഒരു ജീവിതം കിട്ടി. ആ ജീവിതം നമ്മൾ ജീവിച്ചു തീർക്കണം, അതിനായിട്ടാണ് വന്നത്. അപ്പൊ അവിടെ എന്ന് കരുതി ഞാൻ തോന്നിയ പോലെ എന്റെ ജീവിതം, ഞാൻ അത്ര സെൽഫിഷ് അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ചിലയിടങ്ങളിൽ സെൽഫിഷ് ആവാനും പഠിക്കുക. അത് സെൽഫിഷ്നെസ് അല്ല, സെൽഫ് റെസ്പെക്റ്റ് ആണ്. നമ്മൾ നമുക്ക് കൊടുക്കുന്ന ബഹുമാനം. ഇപ്പൊ നമ്മൾ ഒരു കുടുംബജീവിതം ഒക്കെ ആകുമ്പോൾ എല്ലാരും പറയാം അഡ്ജസ്റ്റ് ചെയ്യണം. അഡ്ജസ്റ്റ്മെന്റ് എന്നൊക്കെ ഉള്ള വാക്ക്. അഡ്ജസ്റ്റ്മെന്റ് അല്ല, മനസ്സിലാക്കൽ അല്ലെ? അപ്പൊ ഞാൻ വിട്ടു കൊടുക്കേണ്ടത് ഞാൻ വിട്ടു കൊടുക്കുമ്പോൾ തിരിച്ച് അവരും ചിലതൊക്കെ അവരും വിട്ടുവീഴ്ച ചെയ്യാറുണ്ട്. പക്ഷെ നമ്മുടെ സ്വത്വത്തെ ഹർട്ട് ചെയ്യുന്ന തരത്തിലുള്ള, നമ്മളെ തന്നെ ഇല്ലാതാക്കുന്ന ചില കാര്യങ്ങൾ വരുമ്പോൾ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് നോ പറയാൻ നമ്മളെ കൊണ്ട് പറ്റണം ആരോടും. ആ നോ പറയുന്നത് വേദനിപ്പിച്ചുകൊണ്ടല്ല, മനസ്സിലാക്കിച്ചുകൊണ്ട് നോ പറയാനും കൂടി ശ്രമിച്ചാൽ മതി. അപ്പൊ അത് പ്രശ്നമില്ല. അപ്പൊ പറയേണ്ടിടത്ത് പറഞ്ഞു തന്നെ മുന്നോട്ട് പോവുക, പറയാൻ പഠിപ്പിക്കുക കുട്ടികളെ. കുട്ടികളോട് ഏത് കാര്യവും കേൾക്കുന്നതെല്ലാം നോ പറയാനല്ല നമ്മൾ പഠിപ്പിക്കേണ്ടത് അല്ലെ? നമ്മൾ അത് പറയുമ്പോൾ നമ്മൾ കുട്ടികളെ, ഇപ്പൊ ശാസ്ത്രാവബോധമുള്ള കുട്ടികളാണ്, അതുപോലെ വിമർശനാത്മകമായി ചിന്തിക്കുന്ന കുട്ടികളാണ്. അങ്ങനെയുള്ള കുട്ടികൾ തീർച്ചയായും പറയേണ്ടിടത്ത് പറയേണ്ട കാര്യങ്ങൾ പറയും. അപ്പം നോ എന്ന് പറയാൻ അവർ പ്രാപ്തരാകുന്ന തരത്തിൽ തന്നെയാണ് നിലവിലത്തെ വിദ്യാഭ്യാസ രീതി മുന്നോട്ട് പോകുന്നത്. അവർ യുക്തിപൂർവ്വം ചിന്തിക്കുന്നു, വിമർശനാത്മകമായി ചിന്തിക്കുന്നു, ശാസ്ത്രീയപരമായി ചിന്തിക്കുന്നു. അവരുടെ ചിന്ത തെറ്റാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പൊ അവര് പറയേണ്ടിടത്ത് പറയും. അതിനുള്ള ആത്മവിശ്വാസം കൂടി നമ്മൾ കൊടുത്താൽ മതി. ഓക്കെ അല്ലേ? അപ്പൊ ഇനി ശ്രീ ടീച്ചറിലോട്ട് പോവാണ് കേട്ടോ. അശ്വിൻ ടീച്ചറിന് വേണമെങ്കിൽ ലെഫ്റ്റ് ആവാൻ ഞാൻ റെക്കോർഡഡ് ക്ലാസ് തരാം. ആ ടൈം കൊണ്ട് വേണ്ട ബാക്കി കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെക്കാം. അപ്പോ പിന്നെ ഭംഗിയായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഒരുപാട് പ്രയാസത്തിലൂടെ ഈ സമയത്തൊക്കെ നമ്മൾ പോയി, ഒരു ചെറിയ ആക്സിഡന്റിന്റെ കാര്യം എല്ലാം. അപ്പൊ അതെല്ലാം പോസിറ്റീവായിട്ട് മാത്രം കണ്ടാ മതി. ഏതൊരു കുന്നിനും ഒരു ഇറക്കം ഉണ്ടാവും അല്ലെ? അതുപോലെ കണ്ടാ മതി, എല്ലാം ശരിയാവും കേട്ടോ. ഭംഗിയായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസും ഒക്കെ ഉള്ള ആളാണ്, നല്ല ടീച്ചറാണ്. ഓക്കെ, താങ്ക് യു ടീച്ചർ. കഴിഞ്ഞ ഉടനെ അറിയിക്കണേ. അറിയിക്കാം ടീച്ചർ. ശ്രീ ടീച്ചറെ, കൈയൊക്കെ തണുക്കുന്നോ? ആന്ന് ടീച്ചറെ, കൈയും കാലും ഒക്കെ തണുത്തിരിക്കുന്നു. എനിക്ക് ബാത്റൂമിലൊക്കെ പോകാൻ പോകുന്നു. എനിക്ക് തോന്നി ആ മുഖമൊക്കെ കണ്ടപ്പോ. കൈയൊക്കെ വിയർത്ത് നല്ല ടെൻഷൻ ഉണ്ട്. ഞാൻ ഇന്ന് പോയി കിടക്കാണ്. എന്റെ തല മുഴുക്ക ബ്ലാങ്ക് ആയിട്ട് ഇരിക്കട്ടെ, കുഴപ്പമൊന്നുമില്ല. വരേണ്ട സമയത്ത് എല്ലാം കൃത്യമായിട്ട് വന്നോളും, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു പോവാം. ടീച്ചറിന്റെ ഹോബി ബൊഗെയിൻ വില്ല ഗാർഡൻ പരിപാലനം. എങ്ങനെയാണ് ടീച്ചർ അതിലേക്ക് എത്തിയത്? ടീച്ചറെ, ഞാനൊരു 4 വർഷം കൊണ്ട് ഗാർഡൻ, നേരത്തെ എനിക്ക് ചെയ്യാൻ താല്പര്യമുണ്ടായിരുന്നു. ഗാർഡനിങ് വളരെ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ കുറച്ചുകൂടെ ഇതിൽ ഇൻവോൾവ് ആയത് ഒരു 4 വർഷം കൊണ്ടാണ്. ആദ്യത്തിൽ ഞാൻ വേറെ പല ചെടികളും നട്ടിട്ടുണ്ട്. പക്ഷെ പഠിത്തത്തിലോട്ട് ഒരുപാട് കേന്ദ്രീകരിച്ചപ്പോ അപ്പൊ എനിക്ക് മറ്റുള്ള ചെടികളിലോട്ട് അതിൻ്റെതായിട്ടുള്ള കെയറിങ് കൊടുക്കാൻ പറ്റിയില്ല. അപ്പൊ അതെല്ലാം നശിച്ചു പോയുണ്ടായി. അപ്പൊ എനിക്ക് തോന്നി നമുക്ക് കെയറിങ് കുറവായതും എന്നാൽ നല്ലപോലെ നിൽക്കുന്നതുമായുള്ള ചെടികൾ നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ബൊഗെയിൻ വില്ലയിൽ സ്റ്റാർട്ട് ചെയ്തത്. അത് സക്സസ് ആയി. ഓക്കെ, ബൊഗെയിൻ വില്ല ഗാർഡനിങ് അതൊരു വരുമാന മാർഗമാക്കാൻ പറ്റുന്നതാണോ? ഇല്ല ടീച്ചറെ, വരുമാനമാർഗമാക്കാൻ പറ്റും. പക്ഷെ ഞാൻ അതിന് താല്പര്യപ്പെടുന്നില്ല. എനിക്ക് മനസ്സിന് സന്തോഷം തരുന്ന രീതിക്ക് കൊണ്ടുപോകാനാണ് താല്പര്യം. ഞാൻ ഒരു കച്ചവടമായിട്ട് അത് നടത്താൻ താല്പര്യപ്പെടുന്നില്ല. നമ്മൾ ഇതിനു മുമ്പ് അതിന്റെ സ്റ്റെപ്പുകളൊക്കെ അല്ലെങ്കിൽ വളത്തിന്റെ കാര്യമൊക്കെ നമ്മൾ ഡിസ്കഷനിൽ ചോദിച്ചിട്ടുണ്ട്.
ഇല്ലേ ടീച്ചർ അന്ന് പറഞ്ഞു അതെങ്ങനെയാ നടേണ്ടത് എന്നൊക്കെ ഇവിടെ അതെ ആരോ അതെ ചോദിച്ചു, അഞ്ജൻ ടീച്ചറോ ആരോ ചോദിച്ചു അത്. ചോദിച്ചു. അപ്പൊ അത് പറഞ്ഞു. അപ്പൊ ടീച്ചറിന് അതിനെ കുറിച്ചൊക്കെ ധാരണയുണ്ടല്ലോ, എങ്ങനെയാണ് നടേണ്ടത്, ചട്ടി എങ്ങനെയാണ് ഒരുക്കേണ്ടത്, പ്രൂൺ ചെയ്ത് വിടേണ്ടത് എപ്പോഴാണ്, അങ്ങനെയൊക്കെ ഉള്ള ഒരു ധാരണയുണ്ടല്ലോ. അപ്പൊ ഉണ്ട്, അതൊക്കെ അറിയാം. ഓക്കെ, അതൊക്കെ ചോദിച്ചാല് കൃത്യമായി പറയാം. ടീച്ചറെ അതിന് വില കൂടുതലാണോ? ഇന്ന് ഞാനൊരിടത്ത് പോയി അന്വേഷിച്ചപ്പോ 1000 രൂപ പറഞ്ഞു. അതെ ടീച്ചറെ, നല്ല വിലയാ. 1 ലക്ഷം വരെ വില പോകുന്ന ചെടികളുണ്ട്. ഉണ്ട്. ഉം, അത് പല ടൈപ്പിലാണ്. ഇത് നാടൻ ഇനങ്ങൾക്കാണ് വില കുറവ്. പിന്നെ ഹൈബ്രിഡ് ഇനങ്ങൾക്ക് നല്ല വിലയാണ്. ഒരു 500, 400, 500-ന് മേളിൽ പോകുന്ന ഇനങ്ങളാണ് ഉള്ളത്. പിന്നെ കുറച്ചുകൂടെ ഹൈറ്റ് കൂടുതലനുസരിച്ച് ചെടികളുടെ വിലയും കൂടും. പിന്നെ ഒരുപാട് കളേഴ്സ് മിക്സ്ഡ് ആയിട്ടുള്ള ബൊഗൈൻവില്ലകൾ ഇപ്പൊ ഇറങ്ങുന്നുണ്ട്. നമ്മൾ ഗ്രാഫ്റ്റിംഗ് ഒക്കെ ചെയ്തു വരുന്നത്. അപ്പൊ അതിനൊക്കെ നല്ല വിലയാണ്. ഓക്കെ. അപ്പൊ അതിനെ കുറിച്ചുള്ള ധാരണ, അലങ്കാര സസ്യം, ഇപ്പൊ ടീച്ചറിന്റെ ഈ ഒരു ഇഷ്ടം സ്കൂളിലേക്ക് എത്തിക്കാനാകുമോ? സ്കൂളിന് തീർച്ചയായും പറ്റും. കുട്ടികൾക്ക് നമ്മുടെ സ്കൂളുകളിലേക്ക് ജൈവ വൈവിധ്യ ഉദ്യാനം പദ്ധതി നടപ്പാക്കുന്നുണ്ട്. അപ്പം കുട്ടികൾക്ക് പ്രകൃതിയിലേക്ക് ഒരു നടത്തം, ക്ലാസ്സിൽ നിന്നും പുറത്തേക്ക് കുട്ടികളെ നമുക്ക് പരിസര പഠന ബന്ധിതമായി നമുക്ക് ക്ലാസ്സുകൾ എടുക്കുമ്പോൾ കുട്ടികളെ ഇറക്കി വിടാനൊക്കും. അതില് മറ്റുള്ള ചെടികളിൽ നിന്നും ഈ ചെടി എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നും അതിന്റെ നിറം, മണം, ഗുണം, ഇതിന് മണമില്ല. അതാണ് പ്രത്യേകത. ഇതിന് മണമില്ല, ബട്ടർഫ്ലൈസ് വരാറില്ല. പക്ഷെ ഭയങ്കര ആകർഷകവുമാണ്. പൂക്കൾ വന്നാല് ഒരു 20-25 ദിവസങ്ങൾ കൊണ്ട് തന്നെ അത് ബുഷിയായിട്ട് ഉണ്ടാകും. അതാണ് അതിന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. കുറെ നാള് നമ്മുടെ കണ്ണിനും മനസ്സിനും സന്തോഷം തന്ന് അതിങ്ങനെ നിലനിൽക്കും. അപ്പൊ ഞാൻ ചോദിച്ചത് ഇത് ആപ്റ്റ് ആണോ എന്നാണ്. ജൈവ വൈവിധ്യ ഉദ്യാനത്തിന് ആപ്റ്റ് ആണോ? അതെ അതെ. എന്തുകൊണ്ടാ? ബട്ടർഫ്ലൈ വരുന്നില്ല, നിറയെ മുള്ള. പക്ഷെ ചെടികളുടെ വ്യത്യാസം കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതെ, ഒരു ചെടികളെല്ലാം പൂവിൽ ഒരേ നിന്ന് തരത്തിലല്ല എന്ന്. അപ്പൊ ആപ്റ്റ് ആണോ എന്ന് ചോദിക്കുമ്പോ നമ്മൾ അവിടെ രണ്ട് കാര്യങ്ങൾ കൂടി പറയണം. ആപ്റ്റ് ആണ് എന്ന് പറഞ്ഞ് നിർത്തുകയല്ല വേണ്ടത്. പിന്നെ സസ്യങ്ങളുടെ വൈവിധ്യം, നിരീക്ഷണം, വർഗീകരണം ഇവയൊക്കെ കുട്ടികൾ നടപ്പാക്കാൻ ജൈവ വൈവിധ്യ ഉദ്യാനം എന്ന പദ്ധതിയിലൂടെ കുട്ടിക്ക് പറ്റും. നേടാൻ കഴിയുന്ന നേട്ടങ്ങളാണ്. അപ്പൊ അത് ഇതിനകത്തിൽ കൂടെ സാധിക്കും. അതായത് ബൊഗെയിൻവില്ല അതിൽ ഉൾപ്പെടുത്തുമ്പോൾ തരംതിരിക്കാനും ഒക്കെ ഉള്ള ഒരു സാധ്യതയുണ്ട് എന്ന് ടീച്ചർ പറഞ്ഞു. അതിന്റെ പോരായ്മയും കൂടെ പറയണ്ടേ നമ്മള്? ഉൾപ്പെടുത്താമോ എന്ന് ചോദിക്കുമ്പോൾ പൂർണ്ണമായി നമ്മൾ അതിന്റെ പോസിറ്റീവ്സ് മാത്രം അവർ ചോദിച്ച സ്ഥിതിക്ക് പോസിറ്റീവ് പറയുന്നു എന്നുള്ള രീതിയിൽ വരാതെ അതിന്റെ നെഗറ്റീവ്സ് ഉണ്ട്. അതായത് അതിന്റെ മുള്ള് ഇച്ചിരി പ്രശ്നമുണ്ട് ചിലത്, അല്ലേ? കുത്തിയാൽ നന്നായി പഴുക്കുന്നുണ്ട്, അല്ലേ? മുള്ളിനൊക്കെ നാടൻ ഇനങ്ങൾക്കാ ടീച്ചറെ ഇത്. ഇപ്പൊ ഇതിനകത്ത് തന്നെ വെറൈറ്റീസ് ഒരുപാടുണ്ട്. അപ്പൊ മുള്ളില്ലാത്ത ഇനങ്ങളാണ് ഹൈബ്രിഡ് ഇനങ്ങൾ എന്ന് പറയുന്നത്. കുറ്റിയായിട്ട് മുള്ളില്ലാത്ത. അതൊക്കെ ചേർത്ത് പറയണ്ടേ? അത് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോ, അതായത് ഇപ്പം ഇത് ജൈവ വൈവിധ്യ ഉദ്യാനത്തിന് ആപ്റ്റ് ആണോ എന്ന് ചോദിക്കുമ്പോൾ ജൈവ വൈവിധ്യ ഉദ്യാനത്തില് ബൊഗെയിൻവില്ല കൂടി ഉൾപ്പെടുത്തുന്നത് കുട്ടികൾക്ക് പൂക്കളുടെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ അത് ഉപകാരപ്രദമാണ് എന്ന്. പക്ഷെ നമ്മൾ അത് തിരഞ്ഞെടുക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സ്കൂളുകളിലേക്ക് തിരഞ്ഞെടുക്കുമ്പോൾ കുട്ടികളാണ്, അവരുടെ സുരക്ഷിതത്വം നമ്മൾ ഉറപ്പാക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോ ഹൈബ്രിഡ് ഇനത്തിലൊക്കെ പറ്റുന്ന മുള്ളില്ലാത്ത ഇനത്തിൽപ്പെട്ട ബൊഗെയിൻവില്ലകൾ അല്ലെ ഉണ്ട്. അപ്പൊ അവ ഉൾപ്പെടുത്തുന്നതായിരിക്കും നമ്മുടെ ജൈവ വൈവിധ്യ ഉദ്യാനത്തിന് കുറച്ചുകൂടി നല്ലത്. അപ്പൊ ഇവയിൽ ബട്ടർഫ്ലൈസ് വരാറില്ല, എന്നാൽ പൂത്താല് കുറെ കാലം ആ പൂക്കൾ അതുപോലെ നിലനിൽക്കും. അപ്പൊ അങ്ങനെയുമുള്ള ചെടികൾ നമ്മുടെ പിന്നെ എന്താണ് പരിസരത്തിലുണ്ട് തുടങ്ങിയ ആശയങ്ങള് കുട്ടികൾക്ക് കിട്ടും. അപ്പോ ഈ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഉൾപ്പെടുത്തിയെന്ന് പറയാം. ഒരു ചോദ്യം, ടീച്ചറിന്റെ ഗാർഡനിൽ ഏതൊക്കെ നിറമുള്ള പൂക്കളുണ്ട്? ടീച്ചറെ, എനിക്ക് 9 വെറൈറ്റീസ് ആണ് ഉള്ളത്. അത് പലതും പല നിറങ്ങളിലാണ്. പലതിനും പല പേരുണ്ട്. എനിക്ക് ഫൈറോപ്പാല് തന്നെ 2 ഇനം, റെഡ് ചില്ലീസ്, പിന്നെ പലതിന്റെ പേര് എനിക്കറിയില്ല, കളർ പറയാം. പിന്നെ ഡാർക്ക് പിങ്ക്, ലൈറ്റ് പിങ്ക്, സൺറൈസ്, ഫൈറോപ്പാല് 2 എണ്ണം, പിന്നെ പർപ്പിൾ കളർ 2 എണ്ണം, എങ്ങനെയാണുള്ളത്. അപ്പൊ ടീച്ചറെ ഈ വൈറ്റ് ഒക്കെ ഉണ്ടോ? വൈറ്റ്
വൈറ്റ് ആണ് ടീച്ചർ, സൺറൈസ് അതിന്റെ പേരാണ് സൺറൈസ്. വൈറ്റിൽ തന്നെ Sunrise. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഐസ്ക്രീം, ഉണ്ട്. ഐസ്ക്രീം പനീർ ഐസ്ക്രീം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അതിന്റെ വെറൈറ്റീസിന്റെ പേര് കുറച്ച് ടീച്ചർ പഠിച്ചു വെച്ചിരിക്കുന്നത് നല്ലത് തന്നെ. ഇനി എന്തെങ്കിലും സെർച്ച് ചെയ്യാനുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കണ്ടെത്തി മനസ്സിലാക്കി വെക്കുക. ഓക്കെ. ഇനി ഒഴിവ് സമയം കുട്ടികളോടൊപ്പം ചെലവഴിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെയാണ് കുട്ടികളുമായി ഒഴിവ് സമയം എന്തിലൊക്കെ ഏർപ്പെട്ടാണ് ചെലവഴിക്കാറ് സാധാരണ നിങ്ങള്? എന്റെ മക്കൾക്ക് രണ്ടുപേർക്കും രണ്ട് രീതിയിലുള്ള ഇഷ്ടങ്ങളാണുള്ളത്. ഒരാൾക്ക് സൈലന്റ് ആയിട്ടിരുന്ന കാര്യങ്ങൾ ചെയ്യാനും ഒരാൾക്ക് ആക്റ്റീവായിട്ടിരുന്ന കാര്യങ്ങൾ ചെയ്യാനും. അപ്പം സൈലന്റ് ആയിട്ടിരുന്ന് ചെയ്യുന്ന ആൾക്ക് ഈ റൂബിക്സ് ക്യൂബ്, പിന്നെ പസിൽസ് അങ്ങനെയൊക്കെ കൊടുക്കുകയാണ് പതിവ്. ഇതാണ് ആക്റ്റീവായിട്ട് നടക്കുന്ന ആള്. ഒരു തരത്തിലും അടങ്ങിയിരിക്കത്തില്ല. നമ്മള് കായികപരമായിട്ടുള്ള ശേഷിയാണ് അദ്ദേഹത്തിന് കൂടുതൽ. അപ്പൊ ഞാൻ ക്രിക്കറ്റ്, ബാഡ്മിന്റൺ അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് കുറച്ച് സമയം അവരുടെ കൂടെ. ക്രിക്കറ്റ് കളിക്കൂ, ബാഡ്മിന്റൺ കളിക്കും പറയാന്ന് ചെയ്യുന്നേ. റൂബിക്സ് ക്യൂബ് ഒരാളല്ലേ ചെയ്യുന്നേ, അവിടെ ടീച്ചറിന്റെ സാന്നിധ്യം എന്ത് ചെയ്യേ? മോനെ അതറിയില്ല. അപ്പൊ ഇതെങ്ങനെ ചെയ്തു കൊടുക്കും? ആദ്യമൊക്കെ അങ്ങനെ ആയിരുന്നു, മോനെ അതറിയില്ല. അപ്പം ഒരു ഹെൽപ്പിങ്ങിന് ഞാൻ അവിടെ പോയിരിക്കാറുണ്ട്. ഓക്കെ. ചെസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അപ്പൊ പറയാം അല്ലേ? ഒരിടത്ത് ബോർഡ് ഗെയിമുകള്. ഓക്കെ. ചെസ് ഇല്ല. ബോർഡ് ഗെയിമുകളൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ആൾക്ക് ഇഷ്ടമാണ് അല്ലെ? ഒന്നുകൂടി അകത്തിരുന്ന് ഒക്കെ ഇരുന്ന് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പൊ ആ ഒരു തരത്തില് അതിന് ടീച്ചറിനെ കൂടെ പങ്കാളിത്തം പറഞ്ഞാൽ, ഞാൻ കുട്ടികളോടൊപ്പം സമയം ചെലവഴിക്കുക എന്ന് പറഞ്ഞിട്ട് കുഞ്ഞൊറ്റയ്ക്ക് ഇരുന്ന് ഒരു കളി കളിക്കുന്നതിൽ സമയം ചെലവഴിക്കലില്ല. അപ്പൊ അത് പസിൽസ് ഒക്കെ അവനൊരു ഹെൽപ്പ് വേണം. ഞങ്ങൾ പസിൽസ് സോൾവ് ചെയ്യാറുണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ. ഇനി ആളെ കുറിച്ച് ഒരു സമയം അടങ്ങിയിരിക്കത്തില്ലെന്ന് പറയുകയും ചെയ്യരുത് കുട്ടിയെ നിർത്തി കേട്ടോ. ടീച്ചറിനോട് ഇവിടെ പറഞ്ഞതാ, അവിടെ ഞാൻ പറയില്ല. ഓക്കെ. അല്ല, അവൻ കേൾക്കുകയോ ചെയ്യരുത്. അങ്ങനെ ഹായ് ഹായ് ബേബി. അത് സ്ഥിരം കേൾക്കുന്ന ആളായത്. ധാരാളം നല്ല നല്ല കമന്റ്സ് വരുന്ന കുട്ടിയായത്. അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ വരാം. നിങ്ങളെ ക്ലാസ്സില് ഇങ്ങനെ ആക്റ്റീവായ ഒരു കുട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് കൊടുക്കാൻ പോകുന്നത്? ആക്റ്റീവായുള്ള കുട്ടിക്ക് ഞാൻ ക്ലാസ്സില് നല്ലപോലെ ഇൻവോൾവ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കും കൊടുക്കുന്നത്. ആ കുട്ടി അപ്പൊ അതിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകാതിരിക്കാനും സാധ്യതയുണ്ടാവും. ഞാനിപ്പം അവനൊരു പരിഗണന കൊടുക്കുന്നു എന്ന് കണ്ടാൽ അവൻ നമ്മൾ പറയുന്നത് അനുസരിച്ച് നിൽക്കാൻ സാധ്യതയുണ്ട്. ഇപ്പം ഞാനൊരു ക്ലാസ്സിലെ ലീഡർ ആക്കുമ്പോൾ അവൻ ഓരോ കുട്ടിയെയും ശ്രദ്ധിക്കും. അപ്പൊ അവൻ അതിലൂടെ മാറ്റങ്ങൾ ഉണ്ടാകും. ഞാൻ നന്നായാലേ മറ്റുള്ളവർ നന്നാകൂ എന്നുള്ളൊരു ചിന്ത അവനിൽ ഉണ്ടാകണം. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളായിരിക്കും ഞാൻ സ്വീകരിക്കുക. ഓക്കെ. ഒന്ന് ടീച്ചർ അവനെ ആക്റ്റീവായിട്ട് നിർത്തും. അതിന് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉപയോഗപ്പെടുത്തി. മറ്റെന്തൊക്കെയുണ്ട്? ഒന്ന് ആള് എന്താണെന്നാണ് ടീച്ചർ പറഞ്ഞത്? എങ്ങനെയുള്ള ആക്ടിവിറ്റിയാണ് ആൾക്കുള്ളതെന്നാ പറഞ്ഞത്? കായികപരമായി. അപ്പൊ അത് നമ്മൾ പ്രയോജനപ്പെടുത്തണ്ടേ? ക്ലാസ്സിൽ പക്ഷെ നമുക്ക് കായികപരമായിട്ട് നമുക്ക് പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ എന്ത് പ്രവർത്തനം കൊടുക്കുമെന്ന് വിൻസിനെ ടീച്ചർ ചോദിച്ചോളൂ ആണോ? അതോ ക്ലാസ്സിൽ നിന്ന് എടുത്ത് എങ്ങനെ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നമുക്ക് കൊടുക്കാനാകും? അവരുടെ ഈ ഒരു ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടി അതൊരു തെറ്റൊന്നുമല്ല, പക്ഷെ അതിനെ നമുക്ക് നിയന്ത്രിക്കാനാവും. അതായത് എനർജി, ഫുൾ പാക്ഡ് എനർജി ഉള്ള കുട്ടികളാണ് ഈ അത്രയും ആക്റ്റീവ് ആയിട്ടിരിക്കുന്നത്. ആ കുട്ടികളുടെ കേൾക്കാമോ ടീച്ചറെ? അപ്പൊ ആ കുട്ടികളുടെ എനർജിയെ കൃത്യമായി ഉപയോഗിക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോ ഒരു അണക്കെട്ടില് ധാരാളം വെള്ളം ഇങ്ങനെ കെട്ടി നിർത്തി അതിന്റെ കപ്പാസിറ്റിയും കഴിയുമ്പോൾ അതെന്ത് ചെയ്യും? പൊട്ടിച്ച് പുറത്തേക്ക് വരും. അതേ അവസ്ഥയാണ് നമ്മുടെ കുഞ്ഞുങ്ങള്. അത് അവരുടെ തെറ്റല്ല, അവര് അത്ര എനർജി പാക്ഡ് ആണ്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഇത് ഉപയോഗിക്കാറ്, ഇത് യൂസ് ചെയ്തെങ്കിലല്ലേ അവർക്ക് അടുത്തത് ഇങ്ങനെ അവരിലേക്ക് എനർജി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് യൂസ് ചെയ്യണം. അപ്പൊ അവന്റെ കഴിവ് എവിടെയാണോ ആ കഴിവ് നമ്മൾ കണ്ടെത്തി അവിടേക്ക് അവനെ പ്രോത്സാഹിപ്പിച്ച് അങ്ങോട്ടേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പൊ ക്ലാസ് റൂമിൽ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ക്ലാസ് റൂമിലും ചെയ്യാൻ പറ്റും. സ്റ്റാൻഡിങ് ജമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചെയ്യത്തില്ലേ, ഒരിടത്ത് നിന്നിട്ട് ഇങ്ങനെ ആഞ്ഞ് മുമ്പോട്ട് ചാടണം. അങ്ങനെയൊക്കെയുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. അതായത് നമ്മൾ ഈ ഇടയ്ക്ക് ഒരു ബ്രേക്ക് കൊടുത്തിട്ട് കുട്ടികളെ കൊണ്ട് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിലേക്ക് നമുക്ക് പങ്കെടുപ്പിക്കാം കുട്ടികളെ. ക്ലാസ്സിലെ പ്രവർത്തനങ്ങൾക്കിടയിൽ അവർക്ക് മടുപ്പ് ഉണ്ടാക്കാതെ
അപ്പൊ ആ പ്രവർത്തനങ്ങളിൽ ഈ ഒരു കുട്ടിയുടെ താല്പര്യം കൂടി പരിഗണിച്ചുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാനാകും. പിന്നെ അവന്റെ അറ്റൻഷൻ സ്പാൻ നമുക്ക് കണ്ടെത്താൻ കഴിയണം. എത്ര സമയമാണ് കുട്ടി സൈലന്റ് എന്ന് വെച്ചാൽ ശ്രദ്ധയോടുകൂടി ഇരിക്കുന്നത്. അപ്പൊ അത്രയും സമയമേ അവനെ കൊണ്ട് പറ്റൂ. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ബോധന രീതിയിൽ മാറ്റം വരുത്തണം, തന്ത്രങ്ങൾ മാറ്റണം. അങ്ങനെ വരുമ്പോൾ കുട്ടി അറിയാതെ അടുത്ത തന്ത്രം നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിലേക്ക് ശ്രദ്ധ തിരിച്ചോളും. അപ്പൊ അത് അധ്യാപികയുടെ കയ്യിലാണ്. നിരന്തരം കുട്ടിയെ കുറിച്ച് കമന്റ് പറയുക അല്ലെങ്കിൽ കുട്ടിയെ മോശം പറയുക എന്ന് പറയുന്നത് അവരുടെ പോരായ്മ തന്നെയാണ്. അപ്പൊ നമ്മൾ അവനെ എങ്ങനെയൊക്കെ പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഈ ഇത്തരം കുട്ടികൾക്ക് ചിലപ്പോൾ പഠനത്തിൽ പിന്നോക്കാവസ്ഥയിലുള്ള കുട്ടികളും കാണും, മുന്നോട്ടുള്ളവരും ഉണ്ടാവും, ഇല്ലേ? അപ്പൊ അതിൽ തന്നെ ഇപ്പൊ എന്റെ ഒരു അനുഭവം പറഞ്ഞാൽ, എന്റെ ക്ലാസ്സിൽ 1ാം ക്ലാസ്സിൽ ഇതുപോലെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പൊ ചെന്നപ്പോഴേ പറഞ്ഞു അവൻ പ്രശ്നക്കാരനാണെന്നാണ് പറയുന്നത്. കുട്ടി പ്രശ്നക്കാരനാണ്. പക്ഷെ കുട്ടിയിൽ പ്രശ്നം വന്നതിന്റെ മെയിൻ റീസൺ അമ്മ പ്രഗ്നൻസിയിൽ അനുഭവിച്ച കാര്യങ്ങളാണ്. അപ്പൊ അത് ആലോചിച്ച് നോക്കുക. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അമ്മ പ്രഗ്നൻസിയിൽ അനുഭവിച്ച സമ്മർദ്ദവും ബിപിയുമാണ് കുഞ്ഞിനെ എന്താക്കിയത്, അത്രയും ആക്റ്റീവാക്കി മാറ്റിയത്. നമ്മുടെ പ്രഷർ, അമ്മ ഉപയോഗിച്ച മെഡിസിൻസ്, ഇതെല്ലാം കുഞ്ഞിനെ ബാധിച്ചിട്ടുണ്ട്. അപ്പൊ റീസൺ ആരാണ്? മാതാപിതാക്കൾ തന്നെയായിരുന്നു ഒരു റീസൺ. പക്ഷെ അതിന് നമുക്ക് ആരെയും കുറ്റപ്പെടുത്താനാകില്ല. നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുത്ത ഒന്നുമല്ല. ചുറ്റുപാട് അങ്ങനെയായിരുന്നു, പ്രഷർ അങ്ങനെയായിരുന്നു. പക്ഷെ അതിൽ മാറ്റം വരുത്താനാകും. ജന്മം കൊടുത്തു കഴിഞ്ഞിട്ടെങ്കിലും മാറ്റം വരുത്താനാകും. അവർക്ക് വേണ്ട ട്രെയിനിങ്ങുകൾ തിരിച്ചറിഞ്ഞ് പ്രോപ്പറായി കൊടുക്കുക എന്നുള്ളതാണ് സ്റ്റെപ്പ്. ചില കുട്ടികൾക്ക് മെഡിസിൻസ് ആവശ്യമാവും. ADHD കുട്ടികൾക്ക് ചിലർക്ക് മെഡിസിൻസ് ആവശ്യമാവും. അതും ചോദിക്കുക, എന്താണ് ADHD എന്ന് ചോദിക്കുക ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടിയെ കുറിച്ച് പറയുമ്പോൾ. അതെ. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് എന്തെയും ചിലർക്ക് മെഡിസിൻസ് വേണ്ടി വരും, ചിലർക്ക് പരിശീലനം മതിയാകും. ഇതൊക്കെ ഒരു അധ്യാപിക തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് ചെയ്യണം. അപ്പൊ എന്റെ ക്ലാസ്സിലെ കുട്ടിക്ക് മെഡിസിൻ വേണ്ട ഒരു സ്റ്റേജിലേക്ക് ആയിരുന്നോ എന്ന് സംശയമുണ്ട്. നമുക്ക് അതേക്കുറിച്ച് കൂടുതൽ അറിയില്ല. പ്രോപ്പറായിട്ട് അവരോട് പറഞ്ഞിട്ട് അവരതത്ര മൈൻഡ് ആക്കിയതുമില്ല രക്ഷിതാക്കള്. പക്ഷെ ഞാൻ പ്രവർത്തനങ്ങൾ കൊടുത്തത് ഒന്ന് ലീഡർഷിപ്പ് ക്വാളിറ്റി തന്നെയാണ്. അത് കൊടുത്തു. ക്ലാസ്സിലെ അച്ചടക്കം നിയന്ത്രിക്കേണ്ടത് അവൻ തന്നെയായിരുന്നു. അതുപോലെ ചില ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി ചെയ്യണം. ക്ലാസ് നീറ്റ് ആണോ എന്ന് അവൻ ശ്രദ്ധിക്കണം. എല്ലാ കുട്ടികളുടെയും യൂണിഫോം കൃത്യമാണോ എന്ന് ശ്രദ്ധിക്കണം. കാര്യം അവന്റെ യൂണിഫോമിൽ പ്രശ്നമുണ്ട്. അവൻ എപ്പോഴും വസ്ത്രം വൃത്തിയായി സൂക്ഷിക്കില്ല. അപ്പൊ ഇത് അവനെ ഏൽപ്പിച്ചപ്പോ ആദ്യമായിട്ട് അവൻ യൂണിഫോം നീറ്റാക്കി ഒരു ദിവസം ഫുൾ ഇരുന്നു. അന്ന് അവനെ അപ്രിഷിയേറ്റ് ചെയ്യുകയും അവന് സമ്മാനം കൊടുക്കുകയൊക്കെ ചെയ്തപ്പോൾ അവൻ അത് പിന്നീട് ആവർത്തിച്ചു. പിന്നീട് അത് നിലനിർത്താൻ ശ്രമിച്ചു. അത് കഴിഞ്ഞിട്ടുള്ളത് ഇവനെ ഒന്നിനും കൊള്ളില്ല, അല്ലെങ്കിൽ അവൻ ഇങ്ങനെ ഇരിക്കും, അതാണ് അവന്റെ ഒരു രീതി. അപ്പൊ കുട്ടിയുടെ കഴിവ് തിരിച്ചറിഞ്ഞ് നന്നായി പാട്ട് പാടാൻ പറ്റും. അപ്പൊ ഒരു 4 വരി, ആദ്യം വലിയ കവിതകളൊന്നും കൊടുക്കാൻ പറ്റില്ല, ഒരു 4 വരി പാട്ട്. അതുപോലെ ഗാന്ധിജിയെ കുറിച്ച് പ്രസംഗിക്കാൻ പറഞ്ഞു. അപ്പൊ അത് വേദിയിൽ നിൽക്കണം, ആളുകളെ നോക്കണം, പ്രസംഗിക്കണം, അല്ലെ? അപ്പൊ ആ വരികൾ ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് തിരഞ്ഞെടുത്ത് കൊടുത്തു. വളരെ എളുപ്പമുള്ള കാര്യങ്ങൾ, കാണാതെ പഠിക്കണ്ട, കേട്ട് മനസ്സിലാക്കി പറയാൻ പറ്റും. ഒരു കുട്ടിയെയും കാണാതെ പഠിപ്പിക്കാതെ നമുക്ക് ആശയങ്ങൾ പറയിപ്പിക്കാം. ഇതൊക്കെ അവന്റെ കോൺഫിഡൻസ് കൂട്ടി. വേദിയുടെ മുമ്പിൽ വന്നു, ഇരിക്കാൻ പഠിച്ചു. അതായത് ക്ലാസ് നിയന്ത്രിക്കാൻ നമ്മൾ ശീലങ്ങൾ കൊടുത്തപ്പോ അതൊക്കെ പഠിച്ചു. അങ്ങനെ ഓരോ ചുമതലയും നമുക്ക് കൊടുക്കാനാകും കേട്ടോ. അപ്പൊ അത് പറയാം. പിന്നെ അപ്പൊ കുട്ടികൾക്കൊപ്പം സമയം ചെലവഴിക്കുക, ആക്റ്റീവ് ആയിട്ടുള്ള ആളാണെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലേക്ക് പോയത് ടീച്ചറിന്റെ ബയോഡേറ്റയിൽ നിന്ന്. ഓക്കെ. ടീച്ചറെ പിന്നെ ക്യാൻവ ആപ്പ് തുടങ്ങിയവ ഉപയോഗിക്കാറുണ്ട്. പവർ പോയിന്റ്, MS പെയിന്റ്, ക്യാൻവ ആപ്പ് തുടങ്ങിയവ ഉപയോഗിക്കാറുണ്ട്. പെട്ടെന്നായിരുന്നു ഇതൊക്കെ ഉപയോഗം വന്നത് കേട്ടോ. അപ്പൊ അതിന്റെ ടീച്ചറിന്റെ ഈ ഒരു ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് എഴുതിയാൽ മതിയായിരുന്നു. ഉപയോഗിക്കാറുണ്ട് അല്ലല്ല, തുടങ്ങിയവ ഉപയോഗിക്കാറുണ്ട്, കുഴപ്പമില്ല. തുടങ്ങിയവയെ കുറിച്ച് അറിവുണ്ട് അല്ലെങ്കിൽ തുടങ്ങിയവയിൽ പരിജ്ഞാനമുണ്ട് എന്നുള്ള രീതിയിലേക്ക് വേണമെങ്കിൽ മാറ്റാമായിരുന്നു. അതൊന്നും സാരമില്ല കേട്ടോ. അപ്പൊ അത് ചോദിച്ചാൽ എങ്ങനെ പറയും? ഈ ഒരു പിന്നെ ടീച്ചറിനെ അറിയുന്ന ഈ ഒരു മേഖലയെ എങ്ങനെ അധ്യാപനത്തിലേക്ക് കൊണ്ടുവരാനാകും? നമ്മുടെ വിദ്യാഭ്യാസത്തിൽ ഇന്ന് വിവരസാങ്കേതിക വിദ്യ എന്ന് വളരെയധികം ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പറഞ്ഞു പഠിപ്പിക്കുന്നതിനെക്കാട്ടും ഇവിടെ കണ്ടു പഠിക്കുന്നതില് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. അവൻ പെട്ടെന്ന് അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് എനിക്ക് അറിയാവുന്ന പവർ പോയിന്റ് ഇതിനകത്തില് പ്രസന്റേഷൻ സ്കില്ല് എനിക്ക് നല്ലതായിട്ട് അറിയാം. അപ്പം നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് സ്ലൈഡിലൂടെ ഒക്കെ പ്രസന്റ് ചെയ്യുമ്പം കുട്ടി വളരെ അതില്
ആകർഷണനായിട്ടിരിക്കുകയും അത് എന്റെ കണ്ടന്റ് എന്താണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുകയും ചെയ്യും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ MS പെയിന്റ് അല്ലെ, കുട്ടികൾക്ക് പെയിന്റിങ് ഇഷ്ടമാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് MS പെയിന്റ്? കുട്ടികളുടെ ഏതൊക്കെ കഴിവുകളെ വികസിപ്പിക്കും? കുട്ടികളുടെ കലാപരമായ വാസന ഉണർത്താൻ സഹായിക്കും. പിന്നെ അതുപോലെ യുക്തിചിന്ത ഉപയോഗിച്ച് ഏത് പടം എങ്ങനെ വരയ്ക്കണം, ഏത് നിറം നൽകണം എന്നൊക്കെ ചിന്തിച്ച് കുട്ടികൾക്ക് പ്രയോഗിക്കാൻ അവിടെ സാധിക്കും. ക്രിയേറ്റിവിറ്റി ഉള്ള കുട്ടികൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അവിടെ മാറ്റങ്ങൾ വരുത്തും. നമുക്ക് അതുപോലെ കുട്ടികളെ മനസ്സിലാക്കാൻ സാധിക്കും. ഏത് രീതിയിലാണ് കുട്ടികൾ ചിന്തിക്കുന്നതെന്ന് നമുക്ക് ആ പ്രവർത്തനത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ കുട്ടികൾക്ക് ഒരു പോസ്റ്റർ, നോട്ടീസ് അങ്ങനെയൊക്കെ ഉണ്ടാക്കണമെങ്കിലും നമുക്ക് ഈ ഒരു ആപ്പ് ഉപയോഗിക്കാം. ഓക്കെ ടീച്ചർ, അതിനകത്ത് ഐ ഹാൻഡ് കോർഡിനേഷനും കൂടെ വരുന്നുണ്ട്. മൗസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചിത്രം വരയ്ക്കേണ്ടത്. അപ്പൊ അത് മൗസിന്റെ ഉപയോഗം അത് പരിശീലിപ്പിക്കാനാണ് ഈ പെയിന്റിങ് ഒക്കെ കുറച്ചുകൂടി നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ സാധാരണ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ മൗസ് കൺട്രോൾ എന്നുള്ള കാര്യത്തിലേക്ക് കുട്ടികളെ എത്തിക്കുന്നുണ്ട്. അതോടൊപ്പം ഹൈ ഹാൻഡ് കോർഡിനേഷൻ നടക്കുന്നുണ്ട്. അപ്പൊ മൗസ് അത്രയും ശ്രദ്ധയോടെ പിടിച്ചു വേണം വരയ്ക്കാനായിട്ട്. അപ്പൊ കുട്ടികൾ അത്രയും ശ്രദ്ധയോടെ വേണം ആ പ്രവർത്തനത്തിലേക്ക് പങ്കെടുക്കാനായിട്ട്. ഈ ഒരു കാര്യം കൂടി അതിനകത്തേക്ക് നോട്ട് ചെയ്ത് പറയണം കേട്ടോ. ശരി. അമിത ചിന്ത, സഹഭാവം തോന്നൽ. ഈ സഹഭാവം തോന്നുക എന്ന് പറയുന്നത് നെഗറ്റീവ് ആണോ ടീച്ചറെ? ദൗർബല്യം, അമിത ചിന്തയും സഹഭാവവുമാണ് ടീച്ചർ പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഈ സഹഭാവത്തെ ടീച്ചർ നെഗറ്റീവായിട്ട് കാണുന്നത്? നമ്മുടെ വിദ്യാഭ്യാസപരമായി കുട്ടികളുടെ രീതിയിൽ നോക്കുകയാണെങ്കിൽ അത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് സഹഭാവം എന്ന് വെച്ചാൽ നമ്മള് ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മുടെ പ്രശ്നമായിട്ട് കണ്ട് അതിനെ പരിഹരിച്ചു കൊണ്ടുവരലാണ് സഹഭാവം അല്ലെങ്കിൽ എമ്പതി എന്ന് പറയുന്നത്. അപ്പൊ അത് ഒരു കുട്ടിയിലാണ് പ്രശ്നം ഉണ്ടാകുന്നതെങ്കിൽ ആ കുട്ടിയിലെ പ്രശ്നങ്ങൾ എന്തെന്ന് മനസ്സിലാക്കി നമുക്ക് കറക്റ്റായിട്ട് അതിന്റെ റെമഡി കണ്ടെത്താൻ നമുക്ക് സാധിക്കും. പക്ഷെ എന്റെ വ്യക്തിപരമായ ജീവിതത്തിലിട്ട് വന്നപ്പോൾ നമ്മൾ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്ന ആളാന്ന് കണ്ട് മനസ്സിലാക്കി എല്ലാവിധ പ്രവർത്തനങ്ങളും നമ്മളെ കൊണ്ട് തന്നെ ചെയ്യിക്കുന്ന ഒരു പ്രവണത ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതെനിക്കൊരു ബുദ്ധിമുട്ടായി മാറിയിട്ടുണ്ട്. നമ്മളത് ചെയ്യുന്നു എന്ന് കണ്ടു മനസ്സിലാക്കി നമ്മളിലേക്ക് എല്ലാവിധ പ്രശ്നങ്ങളും കൊണ്ടെത്തിക്കുന്നു എന്നൊരു ഒരു രീതി ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ സഹഭാവം ടീച്ചറിന് പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ടും അനുഭവപ്പെട്ടിട്ടില്ലേ? അതെ, ഉണ്ട്. രണ്ട്. അപ്പൊ സഹഭാവം ഒരേ സമയം പോസിറ്റീവും ഒരേ സമയം നെഗറ്റീവുമാണ്. ഒരേ സമയം പോസിറ്റീവും നെഗറ്റീവുമാണ്. അപ്പൊ ഞാൻ അതിനെ ദൗർബല്യമായി എഴുതാൻ കാരണം എന്റെ ഒരു പ്രശ്നം മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെ എന്റേതായി കണ്ടുകൊണ്ട് അവ പരിഹരിക്കുന്നത് വരെ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. ഞാൻ അതിന്റെ പിറകെ തന്നെയായിരിക്കും. അപ്പൊ എനിക്ക് പലവിധ നഷ്ടങ്ങളും ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് ഞാൻ മാനസികമായി കുറച്ച് തളരാറുണ്ട്. അപ്പൊ അത് എന്നെ തന്നെ അല്ലെങ്കിൽ എന്റെ ഇഷ്ടങ്ങളെയും എന്റെ സമയത്തെയും ഒക്കെ നശിപ്പിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതിനെ ദൗർബല്യമായിട്ട് എഴുതിയത്. മറ്റുള്ളവർ പലപ്പോഴും എന്റെ ഈ ഒരു സ്വഭാവത്തെ ദുരുപയോഗം ചെയ്യുന്നുണ്ടോ എന്ന് പോലും എനിക്ക് ചില സമയം തോന്നിയിട്ടുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു വ്യക്തി എന്നാണ് അവരെന്നെ കാണുന്നത്. പക്ഷെ എന്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ എനിക്ക് അതും കൂടി ഇതിനോടൊപ്പം ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെയൊക്കെ വരാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ ദൗർബല്യമായി കാണുന്നത്. ആ ഒരു തരത്തിൽ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ശ്രീടീച്ചറിന്റെ ചിരി ലാസ്റ്റ് ഒരു കാര്യം ഒന്ന് ചോദിച്ചോട്ടെ ടീച്ചറെ, ഇതിന്റെ ഇംഗ്ലീഷ് എമ്പതി എന്നാണോ? അപ്പോഴേ ഇന്നത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു സിമ്പതിയും എമ്പതിയും തമ്മിലുള്ള വ്യത്യാസം. അത് ഞങ്ങൾ പേഴ്സണലി പറഞ്ഞതായിരുന്നു അല്ലയോ? ആദ്യ ആള് ഇത് എഴുതിയിട്ട് സിമ്പതി ആയിരുന്നു എഴുതിയത്. എങ്കിലും ഞാൻ പറയാം, കാരണം എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിലോ. സിമ്പതി എന്ന് പറഞ്ഞാൽ നമ്മള് മറ്റുള്ളവരുടെ വികാരങ്ങളെ നോക്കിക്കാണുന്നു. അയ്യോ കഷ്ടം എന്നുള്ള രീതിയിൽ നമ്മൾ അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നു, അതിലേക്ക് ആഴ്ന്നിറങ്ങുന്നില്ല. പക്ഷെ എമ്പതി എന്ന് വെച്ചാൽ അയാളുടെ വികാരങ്ങൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി ആ ഒരു പ്രശ്നത്തെ പരിഹരിക്കലാണ് ചെയ്യുന്നത്. അതെ, സിമ്പതിയുടെ കുറച്ചുകൂടെ ബോൾഡായിട്ടുള്ള കാര്യമാണ് എമ്പതി എന്ന് പറയുന്നത്.
അപ്പൊ സിമ്പതി എന്ന് പറയുമ്പോൾ അതിന് ഉദാഹരണം, നമ്മള് യാത്ര ചെയ്യുമ്പോൾ ഒരു നായ്ക്കുട്ടിയെ വണ്ടി ഇടിച്ച് കിടക്കുമ്പോൾ നമ്മൾ അയ്യോ കഷ്ടമായി പോയല്ലോ എന്ന് നമ്മൾ പറഞ്ഞ് നമ്മളങ്ങ് പോവുകയാണെങ്കിൽ അത് സിമ്പതിയാണ്. എന്നാൽ നമ്മൾ അതേ നായ്ക്കുട്ടിയെ എടുത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അതിന് വേണ്ട റെമഡി എടുത്ത് അതിനെ തിരികെ കൊണ്ടുപോവുകയാണെങ്കിൽ അത് എന്താണ്? എമ്പതിയാണ്. അത് മനുഷ്യനോട് മാത്രമല്ല, ഓരോ എല്ലാത്തിനോടും തോന്നുന്നത് എമ്പതി ആവണം. എമ്പതിയാണ് ഏറ്റവും നല്ല വികാരം എന്ന് പറയുന്നത്. സിമ്പതി കൊണ്ട് ആർക്കും ഒരു ഗുണവും ഇല്ല. ജസ്റ്റ് അയ്യോ കഷ്ടം എന്ന് പറഞ്ഞ് സിമ്പതി കാണിച്ചു പോകും. അതല്ലേ നമ്മൾ പറയാറില്ല, എനിക്ക് ആരുടെയും സിമ്പതി വേണ്ട, എനിക്കത് ബുദ്ധിമുട്ടാണ് എന്ന് എല്ലാരും വന്ന് പറയും. നമ്മളിപ്പോ രോഗബാധിതനായി കിടക്കുന്ന ഒരാളുടെ അടുത്ത് പോയി അയ്യോ എന്നാലും നിനക്കിത് വന്നല്ലോ, എന്തോ പറ്റിയതാ എന്നൊക്കെ ചോദിക്കും അല്ലെ? അപ്പൊ അത് വെറും സിമ്പതിയാണ്. ആ റൂം കടന്നു കഴിഞ്ഞപ്പോ അവരത് കളഞ്ഞു, അതിന്റെ ആവശ്യമില്ല. അപ്പൊ ഒരു അസുഖം ബാധിച്ച ഒരാളെ നമ്മൾ പോയി കാണുകയാണെങ്കിൽ അയാളോട് അസുഖ വിവരം ഒഴിച്ച് ബാക്കി എല്ലാം ചോദിക്കണമെന്നാണ് എന്റെ അടുത്ത് എന്റെ അച്ഛനൊക്കെ പറയാറ്. എങ്ങനെയാണ്? അസുഖത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കരുത്, നമ്മൾ ചെന്ന് സന്തോഷമായിട്ട് അവരോട് സംസാരിച്ച് അവരെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് ഹാപ്പി ആക്കി വെച്ചിട്ട് നമ്മൾ തിരിച്ച് പോരണം എന്നാണ് പറയാറ്. അപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് അത്രയും പ്രിയപ്പെട്ട ആളുകളുടെ അടുത്തേക്ക് ഞാൻ ആ സമയം പരമാവധി പോവില്ല, കാരണം എന്റെ കൺട്രോൾ പോവും. അതുകൊണ്ട് ഞാൻ അധികം ഇമോഷണലി വീക്ക് ആണെങ്കിൽ ഞാൻ പോകാറില്ല. അത് ഞാൻ എന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. സിമ്പതി എമ്പതിയും പറഞ്ഞപ്പോ പറഞ്ഞതേ ഉള്ളൂ. അപ്പം സിമ്പതിയും എമ്പതിയും തമ്മിലുള്ള വ്യത്യാസം വിൻസെന്റ് ടീച്ചർ ഓർമ്മിപ്പിച്ചത് നന്നായി. അതിന്ന് ചോദിച്ച ചോദ്യമാണ്. അത് കൃത്യമായി ടീച്ചറിന് അറിയാം, നമ്മളത് ഇടയ്ക്ക് ഡിസ്കസ് ചെയ്തതാണ്. വളരെ നന്നായിട്ട് പറയാൻ ടീച്ചറിന് പറ്റും. അപ്പൊ ഇത്രയൊക്കെയുള്ളൂ ടീച്ചറിന്റെ ബയോഡേറ്റ പ്രകാരമുള്ള കാര്യങ്ങള്. ടീച്ചറായി ഞാനൊരു കഴിഞ്ഞിട്ട് എന്റെ അച്ഛന്റെ വർക്ക് കാറ്ററിംഗ് വർക്കാണ്. അപ്പൊ ഞാനത് പാചകം എന്ന് തന്നെ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിന് ചോദ്യം പ്രതീക്ഷിക്കാം. എന്തെങ്കിലും ഭക്ഷ്യസുരക്ഷയായിട്ട് ബന്ധപ്പെട്ട, ഉച്ചഭക്ഷണമായിട്ട് ബന്ധപ്പെട്ടോ അങ്ങനെ എന്തെങ്കിലും ജോലിയിൽ നിന്ന് ടീച്ചറിനോട് അധികം ചോദിക്കാൻ സാധ്യതയില്ല. ഭക്ഷ്യമന്ത്രി അത്രത്തോളം ഒന്നും കടന്ന് അച്ഛന്റെ ജോലിയിൽ നിന്ന് അത്രയും കടന്ന് ടീച്ചറിനോട് ചോദിക്കാൻ സാധ്യതയില്ല. പക്ഷെ അവിടെ തുല്യത എന്ന ആശയം നമ്മുടെ പുസ്തകത്തിൽ നിലവിലുള്ളത് കൊണ്ട് അതേക്കുറിച്ച് വേണമെങ്കിൽ ചോദിക്കാം. അതായത് നമ്മുടെ പുത്തൻ പുസ്തകത്തില് ഇപ്പൊ ഇംഗ്ലീഷിന്റെ തന്നെ 3ാം ക്ലാസ്സിന്റെ ആദ്യത്തെ പാഠത്തിൽ തന്നെ പിന്നെ കുട്ടിയെ സേറയോ എന്തായിരുന്നു, ഞാൻ പേര് മറന്നുപോയി, ആ കുട്ടിയെ വിളിച്ചുണർത്തുന്നത് അമ്മ. അതെ, അമ്മ വന്ന് വിളിച്ചുണർത്തുമ്പോ അടുക്കളയിൽ നിന്ന് നല്ല പാചകത്തിന്റെ അല്ലെ ഉണ്ണിയപ്പത്തിന്റെ മണം വരുന്നു. അപ്പൊ ചെയ്യുന്നത് ആരാ? അച്ഛനാണ് ചെയ്യുന്നത്. പാചകം എന്ന് പറയുന്നത് പുരുഷന്മാർക്കും കൂടി ചെയ്യാൻ കഴിയുന്ന തൊഴിലാണ്. ഒരു ജോലിയിലും സ്ത്രീ പുരുഷ വ്യത്യാസമില്ല. അപ്പൊ ഈ ആശയമാണ് നമുക്ക് അവിടെ പറയാനുള്ളത്. എന്തെങ്കിലും ചോദിച്ചാൽ ലിംഗസമത്വം. അതെ, അവിടെ ജോലിയിലെ പോലും ലിംഗപരമായ അസമത്വമുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അല്ലെ? സ്ത്രീ പെൺജോലി ആൺജോലി എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. അത്തരത്തിൽ കണക്കാക്കിയിരുന്നു. പക്ഷെ നിലവിൽ അങ്ങനെയില്ല. തൊഴിലിടങ്ങളിൽ എല്ലാവരും തുല്യരാണ്. അപ്പൊ അത് ആ ആശയം നമുക്ക് പറയാം. അല്ലാതെ മറ്റൊന്നും അതിൽ നിന്ന് ചോദ്യമായി വരാനൊരു സാധ്യത മിക്കവാറും ഇത് നമ്മളോടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ രീതിയിൽ മാത്രം പോയിട്ടുണ്ട്. പക്ഷെ അവിടെ നമ്മൾ തെറ്റുകൾ വരുത്തുമ്പോഴാണ് പല ചോദ്യവും. കൂലി എന്ന് എഴുതി വെക്കുക. എന്താ കൂലി? കൂലി എന്ന് പറയുമ്പോൾ അതിനൊരു നെഗറ്റീവ് പോലെ ഒരു ഫീലാണ്. നമ്മൾ ദിവസവേതനാടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് പിന്നെയും നമുക്കത് പ്രശ്നമില്ല, ഒരു നെഗറ്റീവ് രീതിയിലേക്ക് പോകുന്നില്ല. അപ്പം അമ്മ വീട്ടമ്മ, എന്ത് വീട്ടമ്മ, അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്താണ് അമ്മ ജോലി ഇല്ല എന്നൊക്കെ എഴുതി വെച്ചിരുന്നു. അപ്പൊ അങ്ങനെയല്ല, ഗൃഹഭരണം അല്ലെങ്കിൽ ഗൃഹനാഥ അല്ലെ? അതൊക്കെ കുറച്ചുകൂടെ നല്ല ടേമുകളാണ്. അപ്പൊ അങ്ങനെ ഓക്കെ. ടീച്ചറിനെ കുഴപ്പിക്കത്തക്ക രീതിയിൽ വേറൊന്നും എനിക്കിതിൽ കണ്ടില്ല. ബാക്കിയൊക്കെ നമ്മൾ പ്രിപ്പയർഡ് ആണ്, കോൺഫിഡന്റ് ആയിട്ട് പോയാൽ മതി. അതായത് ഇംഗ്ലീഷിൽ അത്യാവശ്യം ചോദിക്കാനുള്ള സാധ്യതയുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് തന്നെ കഴിഞ്ഞു. ഓക്കെ, നെറ്റ് ഇഷ്യൂ ഉണ്ട്. ടെൻഷൻ വരുമ്പോ എനിക്കൊന്നും. പിന്നെ എനിക്ക് ടീച്ചർ ഇങ്ങനെ പറഞ്ഞപ്പോ തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാല്, അത് ഇപ്പോഴായതുകൊണ്ടായിരിക്കും, ഓർക്കുന്നതായിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നതായിട്ട് തോന്നി. അവിടെ ചെല്ലുമ്പോ അവരുടെ മുഖത്ത് കണ്ണുകളിൽ നോക്കി പറയാൻ ശ്രമിക്കുക. നമ്മൾ ഓർക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒന്ന് വേറെ സ്ഥലത്തോട്ട് നമ്മുടെ നോട്ടം പോകത്തില്ലേ, അങ്ങനെ പോകാതെ ശ്രമിക്കുക. ക്വസ്റ്റ്യൻ കൃത്യമായി കേട്ട് മാത്രം ഉത്തരം പറയുക.
ഇപ്പൊ ആദ്യം ചിരിച്ചുകൊണ്ട് വന്ന ശ്രീ ടീച്ചർ ഉണ്ടല്ലോ, ആ ഒരു രീതിയിൽ തന്നെ തുടക്കം മുതൽ ഒടുക്കം വരെയും നമ്മുടെ മുഖം പ്രസന്നമായിരിക്കണം. ആ കോൺഫിഡൻസിൽ നിന്നുള്ള ആ ഒരു ചിരി വരണം. ടെൻഷൻ വേണ്ട. ടെൻഷൻ വരുമ്പോ മുഖത്തിന് പെട്ടെന്ന് ചേഞ്ച് വരും. അതെനിക്ക് തന്നെ അറിയാം. അപ്പൊ അത് നമ്മൾ കൺട്രോൾ ചെയ്യാം. നമ്മളുടെ ജീവിതമാണ് അതെന്ന് ഓർത്തോണം. എത്ര സ്ട്രഗിൾ ചെയ്തിട്ടാണ് ആ ഇന്റർവ്യൂ ബോർഡിന്റെ മുന്നിലേക്ക് പോകുന്നതെന്ന് ടീച്ചർ ഓർത്താൽ മതി. അപ്പൊ ടീച്ചറെ അറിയാവുന്നത് കൊണ്ട് എനിക്കത് ഓർമ്മയുണ്ട്. അപ്പൊ ടീച്ചർ കടന്നു വന്ന വഴികൾ ടീച്ചറിന് ഓർമ്മയില്ലാതിരിക്കില്ലല്ലോ. അത് മാത്രം മതി, ആ ഒരു ഊർജം മാത്രം മതി ഇത് നമ്മൾ സൂപ്പറായിട്ട് അറ്റൻഡ് ചെയ്ത് തിരിച്ചു വരാൻ. അപ്പൊ അവിടെ ചെന്ന് മനസ്സിനോട് ഇങ്ങനെ തന്നെ പറയണം, ഞാൻ ഓക്കെയാണ്, എന്നെ കൊണ്ട് ഇത് പറ്റും, ഞാൻ ഇവരെ ആരെയും ഇനി കാണാൻ പോകുന്നില്ല, എന്റെ ബെസ്റ്റ് കൊടുത്തിട്ടേ ഞാൻ ഇവിടുന്ന് ഇറങ്ങും. നമ്മള് എല്ലാ ചോദ്യത്തിനും ഉത്തരം പറഞ്ഞിട്ടേ വരൂ എന്നുള്ള വാശി നമുക്ക് വേണ്ട. മധുസാറും അത് നമ്മളോട് പറഞ്ഞിട്ടില്ലേ, നമുക്ക് എല്ലാം പറഞ്ഞിട്ട് വരും എന്ന വാശിയോട് ആരും ഇങ്ങോട്ട് പോകണ്ട, അത് നടക്കില്ല. ഇപ്പൊ ഇന്റർവ്യൂ ബോർഡിൽ ഞാനിപ്പോ ഇന്റർവ്യൂ ബോർഡ് അംഗമാണെങ്കിൽ ഉറപ്പായിട്ട് അവർക്ക് അറിയാത്ത 1-2 ചോദ്യം ചോദിക്കത്തക്ക രീതിയിൽ ചോദിച്ചേ വിടൂ. കാര്യം എല്ലാം തികഞ്ഞതാണെന്നുള്ള ബോധ്യം ആർക്കും ഉണ്ടാകേണ്ട കാര്യമില്ല. അങ്ങനെ ഉണ്ടാകരുത് അല്ലെ. നമ്മൾക്ക് പോരായ്മയുണ്ട് എന്ന് കണ്ടാലേ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. പക്ഷെ ഒരിക്കലും ആത്മവിശ്വാസക്കുറവ് ഒരു അധ്യാപികയ്ക്ക് ഉണ്ടാകാൻ പാടില്ല. അവിടെ ഭയമില്ലാതെ പോകണം. വിൻസിനി ടീച്ചർ പറഞ്ഞതുപോലെ മുഖത്ത് നോക്കി തന്നെ. അത് ഈ വേദിയിൽ ഇപ്പൊ അശ്വിൻ ടീച്ചറൊക്കെ കയറിയപ്പോഴും അങ്ങനെയായിരുന്നു. ഈ ക്യാമറ ഫേസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് വരും. പക്ഷെ ആളുകളോട് സംസാരിക്കുമ്പോൾ നമ്മൾ കണ്ണിൽ നോക്കി മുഖത്ത് നോക്കിയാണ് സംസാരിക്കുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പൊ ഒരു ചോദ്യം കേട്ടാൽ ഒരാളാണ് ചോദിക്കുന്നതെങ്കിലും 3 പേരെയും നോക്കി തന്നെ മറുപടി പറയുക. ഒരാളെ ചോദ്യം ചോദിക്കുന്നു, അപ്പം ആ ചോദിച്ച ആളിൽ നോക്കി ഉത്തരം പറഞ്ഞു തുടങ്ങുന്നു. അതിനോടൊപ്പം മറ്റുള്ളവരെയും കൂടി ഇങ്ങനെ നോക്കി തലയായിട്ട് ഇങ്ങനെ നോക്കി ഇങ്ങനെ നല്ല പ്ലസന്റ് ആയിട്ട് നമ്മൾ കാര്യം പറയുന്നു. ആ ഒരു രീതിയാണ് വേണ്ടത്. അവരെയും കൂടി നമ്മൾ പരിഗണിക്കുന്നുണ്ട്. കാരണം നമ്മൾ ക്ലാസ് റൂമിലേക്കാണ് പോകുന്നത്, നമ്മൾ എല്ലാവരോടുമാണ് പറയുന്നത്. പാനൽ അംഗങ്ങളാണ് അല്ലെ, എല്ലാവരും അത് കേൾക്കേണ്ടവരാണ്. അപ്പൊ ഒരാൾക്ക് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കാതെ അവരെല്ലാവരെയും നോക്കി വേണം മറുപടി പറയാൻ. നേരത്തെ ഇങ്ങനെ ഇരിക്കരുത്. ഓക്കെ. പിന്നെ ചോദ്യം നന്നായിട്ട് സമാധാനമായിട്ട് കേൾക്കുക. ഒന്ന് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കേണ്ടി വരാതിരിക്കുക. ഇനി അഥവാ ഒട്ടും മനസ്സിലായില്ലെങ്കിൽ ഇതാണോ സർ എന്ന് വളരെ ഭവ്യതയോടുകൂടി ചോദിക്കുക. അറിയില്ലെങ്കിൽ ക്ഷമിക്കണം സർ, എനിക്കത് അറിയില്ല, ക്ഷമിക്കണം മാഡം, എനിക്ക് ഓർമ്മ വരുന്നില്ല എന്ന് പറയണം. ആ ക്ഷമ ചോദിക്കല് പോലും നമ്മളുടെ ഭവ്യതയാണ്. നമ്മളുടെ ഒരു നമ്മളുടെ പെരുമാറ്റം എന്താണെന്ന് അവര് മനസ്സിലാക്കും. അപ്പൊ അത് തെറ്റില്ല. അങ്ങനെ അപ്പൊ ചിരിച്ചുകൊണ്ട് കയറി ചെല്ലുന്ന നമസ്കാരം പറയുന്നു. അപ്പോഴും 3 പേരെ ഒന്ന് നോക്കിയാൽ മതി. ഗുഡ് മോർണിംഗിനേക്കാൾ എനിക്കിഷ്ടം നമസ്കാരമാണ്. ഞാൻ എല്ലാവരെയും കാണുമ്പോൾ നമസ്കാരം എന്നാണ് പറയാറ്. അപ്പൊ ഇങ്ങനെ നോക്കി നമസ്കാരം എന്ന് പറഞ്ഞ ഒരു ചിരിയോടെ എല്ലാരെയും നോക്കിയാൽ മതി. നമസ്കാരം സർ, നമസ്കാരം മാഡം, ഇങ്ങനെ പറയണ്ടല്ലോ. അപ്പൊ അങ്ങനെ സന്തോഷമായിട്ട് പോയിട്ട്. ആലപ്പുഴയാണോ ടീച്ചറെ? അതെ ടീച്ചറെ, ഞാൻ ആലപ്പുഴയാ. ബോർഡംഗങ്ങൾ ഇതുവരെ ഒരു ഫ്രണ്ട്ലി നേച്ചറാന്ന് ഇതുവരെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. അപ്പൊ അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമില്ല. ഇനി നാളെ ടീച്ചറിന്റെ ചിരിയിൽ എല്ലാരും വീഴും. അതുകൊണ്ടാണ് ഞാൻ ചിരിക്കാൻ പറയുന്നത്. ഈ നാളെ ഇടുന്ന ഡ്രസ്സൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇതില് അഞ്ജനയുടെ കണ്ടിട്ടുള്ളൂ. അശ്വതി ടീച്ചറൊക്കെ ഓക്കെ ആയിരിക്കും. അശ്വിനി ഇട്ട് തരാം ടീച്ചറെ, ചുരിദാറാ ഇടുന്നു. ഇന്നിപ്പോ ഇട്ടിട്ട് അത് ഈ മാറ്റമൊന്നും വരുത്താനും പറ്റത്തില്ല. ഞാൻ 2 സാരി എടുത്തു ഓൾറെഡി. എന്നിട്ട് ഞങ്ങൾ ചേഞ്ച് ചെയ്തു. സാരിയിൽ കംഫർട്ട് ആണല്ലോ അല്ലേ? അത് ഞാൻ മാറ്റിയിട്ടാ ഞാൻ ചുരിദാറാക്കിയത്. ചുരിദാറാണോ ഇപ്പൊ നിലവിൽ? ചുരിദാർ. ചുരിദാർ. ഓക്കെ. അപ്പം ഭംഗിയായിട്ട് 2 സൈഡ് ഷോളൊക്കെ ഇട്ട് വൃത്തിയായിട്ട് അതൊക്കെ ശ്രദ്ധിക്കുക. എല്ലാം ശ്രദ്ധിച്ചു പോവുക. ബാക്കിയൊക്കെ നമുക്ക് പിന്നീട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഓക്കെ. ആർക്കെങ്കിലും എന്നോട് എന്തെങ്കിലും ചോദിക്കാറുണ്ടോ? ചോദിച്ചിട്ട് പോവും. ഞാൻ ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. അതെല്ലാം നാളെ വരും. വരട്ടെ ടീച്ചറെ, അങ്ങനെ തന്നെ വരട്ടെ. മുന്താസ് ടീച്ചറിന് മെനഞ്ഞാന്ന് വൈറ്റ് ബോർഡ് ചോദിച്ചായിരുന്നു. അതെന്ന് ടീച്ചറിനോട് ചോദിച്ചെന്ന് പറയുന്നത്. പക്ഷെ ടീച്ചർ പറഞ്ഞില്ല. നമ്മുടെ ക്ലാസ്സുകളിലും ഉണ്ടായിരുന്നു, ഭിന്നശേഷിയുടെ ക്ലാസ് അല്ലാതെയൊക്കെ പറഞ്ഞു. അതായത് ഭിന്നശേഷിയായിട്ടുള്ള ആളുകളെ, പ്രത്യേകിച്ച് കാഴ്ച വൈകല്യമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് വൈറ്റ് ബോർഡ് കേട്ടോ.
അത് യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ പ്രവർത്തനങ്ങൾ കാണാൻ പറ്റും. കുറച്ച് ഈ കോവിഡ് സമയത്ത് വൈറ്റ് ബോർഡിന്റെ പ്രവർത്തനങ്ങൾ കാണിക്കുന്നുണ്ട്. അതൊരു ആപ്പായിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഇനി ടെൻഷൻ അടിക്കണം. അവിടെ നിന്ന് ആലോചിച്ച് ക്വസ്റ്റ്യൻ തപ്പിപ്പിടിക്കുക. ഇനി ഒന്നുമില്ല. ഇനി ആ പുസ്തകം നമ്മൾ കേൾവി കുറവുള്ളവർക്ക് നമ്മള് ഇതല്ലേ മോണിറ്ററും ഒക്കെ അല്ല യൂസ് ചെയ്യുന്നത്. കേൾവി കുറവുള്ളവർക്ക് ഫ്രണ്ടിൽ ഇരുത്തുക. വേണമെങ്കിൽ ഇപ്പൊ സ്പീക്കർ സംവിധാനമുണ്ട്. കുറവാണെങ്കിൽ നമുക്ക് ഉച്ചത്തിലുള്ള ശബ്ദം കേൾക്കാനാകും അല്ലെ. പൂർണ്ണമായി ബധിരതയല്ല, കുറവ്, കേൾവി കുറവാണെങ്കിൽ നമുക്ക് സ്പീക്കർ സംവിധാനങ്ങൾ ഉപയോഗിക്കാം അവർക്ക് ഓഡിബിൾ ആവുന്ന തരത്തില്. അതുപോലെ തന്നെ എന്താണ് ദൃശ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്കും മറ്റ് സെൻസുകൾ ഉപയോഗിക്കാനുള്ള അവസരവും കൂടുതലായി കൊടുക്കാം. ഏതൊരു വൈകല്യമാണെങ്കിലും ഏത് സെൻസറി ഓർഗൻ ആണോ കുഴപ്പം അതൊഴികെയുള്ള ബാക്കിയെല്ലാം കുറച്ചുകൂടി പുഷ്ടിപ്പെടുത്തത്തക്ക രീതിയിൽ അവ പ്രയോജനപ്പെടുത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ കൊടുക്കേണ്ടത്. അത് ആ രീതിയിൽ അങ്ങ് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ ഓക്കെ, ഇനി ഒന്നുമില്ല. സ്വസ്ഥം, സമാധാനം, ബുക്ക് കൊണ്ടുപോകണം. അവിടെ കിട്ടുന്ന സമയം ജസ്റ്റ് ഒന്ന് വായിച്ച് ടെൻഷൻ ഇല്ലാതെ മറിച്ച് നോക്കുക. ഇതുവരെ നോക്കിയ കാര്യങ്ങൾ നോക്കുക. വെറുതെ ക്ലാസ്സുകൾ വെറുതെ കേട്ടോണ്ടിരിക്കുക. ഇത് മാത്രം മതി കേട്ടോ. സന്തോഷമായിട്ട് പോയിട്ടോ. ശരി ടീച്ചറെ. ഓക്കെ, നാളെ എനിക്ക് ഏറ്റവും ടെൻഷനുള്ള ദിവസം 3 പേര് പോകുന്നോണ്ടേ. അപ്പൊ 3 പേരും അത് രാവിലെ 8 മണിക്കാ റിപ്പോർട്ടിംഗ് ടൈം. അപ്പൊ 7:30 അങ്ങ് എത്തണം. ആ രീതിയിൽ പോണേ. അതെ. ഓക്കെ ടീച്ചറേ. ശരി. ശരി ടീച്ചറെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എല്ലാം പോയിട്ട് വന്നിട്ട് പറയാം. അതെ അതെ, ടീച്ചർ ടെൻഷൻ ആവാണ്ടിരുന്നാ മതി, ബാക്കിയെല്ലാം ടീച്ചറിന്റെ ഓക്കെയാണ്. ഞാൻ അവിടെ 10 വട്ടം ഞാൻ ബ്രീത്ത് എടുക്കും. ശരി ടീച്ചറേ. അപ്പം ക്ലാസ് അവസാനിപ്പിച്ചു, കട്ട് ചെയ്യാണ്. എല്ലാരും ഹാപ്പി ആയിട്ട് ഇരിക്കുക, നന്നായി പഠിക്കുക, വിശ്വസിച്ച് സ്വയം വിശ്വസിച്ച് മുന്നേറുക. ശരി.